അഭിമന്യ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഈ കൺവെൻഷൻ്റെ സമാപന ദിവസം അനുഗ്രഹകരമായ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഇത്രയും ബഹുമാനപ്പെട്ട ജിബി മാത്യു വാഴൂറച്ചനെ ക്ഷണിക്കുന്നു. ഒരു കാര്യം കൂടെ ചേർക്കട്ടെ. കുറച്ച് സീറ്റുകളുടെ ഈ മുൻവശത്ത് ഉണ്ട്. ആളുകൾ വരുമ്പോൾ വാളണ്ടിയേഴ്സ് അവരെ ഇങ്ങോട്ട് കടത്തിവിടാവുന്നതാണ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സമുദായത്തിൻ്റെ അഭിമന്യരായ പിതാക്കന്മാർ, എൻ്റെ ഗുരുക്കന്മാരായ ജ്യേഷ്ഠന്മാരായ സ്നേഹിതരായ വൈദിക സഹോദരങ്ങൾ, സിസ്റ്റേഴ്സ്, ഗായകർ, കടന്നു വന്ന വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു തുടക്കത്തിന് വേണ്ടി എവിടെയും ഞാനിങ്ങനെ പരതും. യോഹന്നാൻ തിരുമേനിയുടെ സമാപന ദൂത് എനിക്ക് നല്ലൊരു ആരംഭത്തിൻ്റെ ഊർജം തന്നു. ഒടുവിലൊരു ഗാനം മിക്കവാറും എന്നെ കുഴപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മനസ്സുകൊണ്ട് വിട്ടു നിൽക്കാറുമുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും സൗഖ്യപ്പെടുത്തിയല്ലോ ഒരു പാപമോചന ശുശ്രൂഷയിലൂടെയൊക്കെ കടന്നു പോകുന്ന, തൈലാഭിഷേക ശുശ്രൂഷയിലൂടെയൊക്കെ കടന്നു പോകുന്ന അത്യപൂർവമായൊരു ഓർമ്മയിലേക്ക് കൂടി കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് സഭയുടെ ആ ശ്രേഷ്ഠമായ ഗാനത്തിന് കഴിഞ്ഞു. അത് പാടിയവരെയും ആദരവോടെ ഓർക്കുന്നു. നോമ്പ് പറുദീസയുടെ വാതിലുകൾ തുറക്കുന്നു. കുഴപ്പമില്ല, കേൾക്കാൻ കുറച്ച് ഇമ്പമുള്ള കാര്യം തന്നെയാണ്. നോമ്പ് പറുദീസയുടെ വാതിലുകൾ തുറക്കുന്നു. തീർന്നില്ല, അതിനെ ശരിയായി ആചരിക്കുന്നവർക്ക് മാലാഖമാരുടെ പ്രഭ കിട്ടുന്നു. അവിടെ കൊണ്ട് നിർത്തുന്നില്ല, അവിടെ അവസാനിക്കുന്നില്ല. ഉന്നതത്തിലേക്ക് പറക്കുവാനുള്ള ചിറകുകളും നോമ്പിലൂടെ ലഭിക്കുന്നു. സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച പ്രഭാത നമസ്കാരത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ്. വായിക്കാനോ പറയാനോ പേടിയാണ്. അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. പറുദീസയുടെ വാതിലുകൾ തുറക്കുന്നു എന്നുള്ളത് നോമ്പ് മൂലം അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ വാതിലുകൾ തുറക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത സകല വാതിലുകളും എൻ്റെ മുമ്പിൽ തുറന്നോട്ടെ, നല്ല കാര്യമാണ്. പക്ഷേ അത് ഉന്നതത്തിലേക്ക് കരയേറുവാനായിട്ട് എനിക്ക് ചില പുത്തൻ ആത്മീയ ചിറകുകളൊക്കെ സമ്മാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനും നേരാമണ്ണം ഈ നോമ്പിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അത്തരം ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. നോമ്പതിൻ്റെ നാലാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ച് അത് പാതിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ക്രിസ്തുവിലേക്ക് എന്തുമാത്രം അടുത്തെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും സ്വകാര്യമായിട്ട് ഓരോരുത്തരും ഒന്ന് ചോദിക്കേണ്ടത്. എന്തുമാത്രം ക്രിസ്തുവിലേക്ക് ആ ദൂരത്തെ നമ്മളൊന്ന് കുറച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വളരെ വ്യത്യസ്തമായ വിധത്തില് നമുക്ക് ഈ നോമ്പിന്റെ ഏതാണ്ട് പാതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ വളരെ വ്യത്യസ്തനായ യേശുവിനെ പരിചയപ്പെട്ടേ മതിയാവും. പൊതുവെ നമ്മൾ യേശുവിന് കൊടുക്കുന്ന രൂപവും ഭാവവും സ്വഭാവവും ഒക്കെ കരുണയും അനുകമ്പയും ആർദ്രതയുമാണെങ്കിൽ നോമ്പ് അതിന്റെ പാതിയിലെത്തുമ്പോൾ നമ്മളാവട്ടെ പാതി പോയിട്ട് ഇതുവരെയും ആരംഭിച്ചിട്ടില്ലാതിരിക്കെ കുറച്ച് കഠിനമായ വിചാരങ്ങളിലേക്ക്, കുറച്ച് കാഠിന്യമുള്ള യേശു വിചാരങ്ങളിലേക്ക് വൈകിയാണെങ്കിലും നമ്മളൊന്ന് പ്രവേശിക്കേണ്ടത് കൂടിയാണ്. അത്യാവശ്യമാണ് കേട്ടോ, അത് ഒരു സംശയമില്ല. ഈ നോമ്പ് പറുദീസയുടെ വാതിലുകൾ തുറക്കും എന്നൊക്കെ പറയുമ്പോഴും അങ്ങോട്ട് എത്താനുള്ള ആത്മീയ ചിറകുകൾ ഞാൻ തന്നെ സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. അതെന്റെ മാത്രം വ്യക്തിപരമായ ഉത്തരവാദിത്വമാവുന്നു, നിയോഗവും ദൗത്യവുമാവുന്നു. അത് മറ്റാരും എനിക്ക് ചെയ്തു തരത്തില്ല. അങ്ങനെ ഞാൻ കരുതുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വളരെ വ്യത്യസ്തനായ ഒരു യേശുവിനെയാണ്
ആദ്യത്തെ ഭാഗത്തൊന്ന് പരിചയപ്പെടുത്താനായിട്ടുള്ളത്. ഇത്രയും വ്യത്യസ്തനായ യേശു, വ്യത്യസ്തനായ ആ ബാർബറായ അയാളെ നമ്മളാരും തിരിച്ചറിഞ്ഞില്ല എന്ന് വളരെ പ്രശസ്തമായ, വളരെ സൗമ്യമായ, സൗന്ദര്യമുള്ള ചലച്ചിത്രത്തിലെ നല്ലൊരു പാട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഓർക്കുന്ന, വളരെ വ്യത്യസ്തനായ ഒരു യേശുവിനെ സുവിശേഷത്തില് എനിക്കും നിങ്ങൾക്കുമായിട്ട് വരച്ചിടുന്നുണ്ട്. മറ്റാരുമല്ല, ഏറ്റവും തീവ്രവാദിയായ പ്രഭാഷകനായിരുന്നു യോഹന്നാൻ മാബ്ദാന, അല്ലെങ്കിൽ സ്നാപക യോഹന്നാൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അദ്ദേഹത്തിന്റെ നല്ലൊരു പ്രസംഗം കിടപ്പുണ്ട് സുവിശേഷത്തിനകത്ത്. ഈ നോമ്പിന്റെ നാളുകള് തീർച്ചയായിട്ടും അതൊന്ന് പരതേണ്ടതാണ്. എവിടെയാണെന്നുള്ളതാണ്. യൂട്യൂബിലൊന്ന് തപ്പിയാല് ഇനി യോഹന്നാൻ മാബ്ദാന നിന്നിങ്ങനെ പ്രസംഗിക്കുന്നത് നേരിട്ട് കിട്ടുമെന്നാണ് ഒരുപക്ഷെ ആരെങ്കിലും ഒക്കെ ചിന്തിക്കുക. ആദ്യത്തെ സുവിശേഷത്തിന്റെയും മൂന്നാമത്തെ സുവിശേഷത്തിന്റെയും 3-ാം അധ്യായത്തിനകത്ത് യോഹന്നാൻ മാബ്ദാനയുടെ അതിഗംഭീരമായ ഒരു പ്രഭാഷണം കിടപ്പുണ്ട്. അതൊന്നുമല്ല വിഷയം. വിശുദ്ധനായ മത്തായി ശ്ലീഹായും വിശുദ്ധനായ ലൂക്കോസ് അബ്രോനും എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തില് യോഹന്നാൻ മാബ്ദാനയുടെ പ്രഭാഷണം ഒന്ന് ഒരുമിച്ച് ചേർത്ത് വായിക്കാനായിട്ട് ധൈര്യമുണ്ടോന്നാണ്. ഈ ജ്ഞാനായ അധിപതിരാസനത്തിന്റെ, ജ്ഞാനായ സുവിശേഷ സമാജത്തിന്റെ 22-ാമത്തെ വാർഷിക കൺവെൻഷന്റെ സമാപന ദിനത്തില് ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നൊരു വെല്ലുവിളി. അതിനകത്ത് ഇങ്ങനെ വളരെ വലിയ കാര്യങ്ങളൊക്കെ വിപ്ലവകരമായ വിധത്തില്, വളരെ അപകടകരമായ വിധത്തില്, വളരെ സാഹസികമായി തന്നെ സർപ്പസന്തതികളെ നോക്കി അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു പോകുന്നതിനിടയിൽ യോഹന്നാൻ മാബ്ദാന ഒരു യേശുവിനെ അവതരിപ്പിക്കുന്നുണ്ട്. വീശുമുറം കയ്യിലുള്ള ഒരു യേശു. അങ്ങനെ ഒരു യേശുവിനെ ഞാനും നിങ്ങളും ഒരുപക്ഷെ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. കേട്ടാലും അതങ്ങോട്ട് കേൾക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ടാവത്തില്ല. കുറച്ചുകൂടിയൊക്കെ സ്റ്റാൻഡേർഡ് ആകാം യേശുവിനെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. ഇങ്ങനെ ഒരു വീശുമുറവൊക്കെ പിടിച്ചു നിൽക്കാൻ പാകത്തിന് ഇയാളെന്താ അടുക്കളപ്പണിക്കാരനാണോ എന്നാണ് ഒരുപക്ഷെ ചോദ്യം വരിക. യേശുവിനെ കുറിച്ചാണ്. അതിങ്ങനെ കരുണയുടെ രൂപത്തിലോ, അതിങ്ങനെ പ്രാർത്ഥനയുടെ രൂപത്തിലോ, ക്രൂശിക്കപ്പെട്ട രൂപത്തിലോ മാത്രമല്ല, പിന്നെ അതിങ്ങനെ ചാട്ടവാറെടുത്ത് നിൽക്കുന്ന രൂപത്തിൽ മാത്രമല്ല, ഒരു വീശുമുറവൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു യേശുവിനെ ഒന്ന് സങ്കല്പിക്കാനായിട്ട് യേശുവിന്റെ ഭക്തരും ശിഷ്യരുമായ നമുക്കെന്നാണ് ഇനി ധൈര്യമുണ്ടാവുക? ഇത്തിരി വെട്ടവും വെളിച്ചം എന്നാ നമുക്ക് കിട്ടുക. അങ്ങനെ യേശുവിന്റെ കൈവശം പലതും ഉള്ളതിന്റെ കൂടെ ഒരു മുറവും കൂടി ഉണ്ടെന്ന് പറയുന്നതിനകത്ത് എന്താണ് ഇത്ര പ്രത്യേകത? ഒരുപക്ഷെ അങ്ങനെയും ചിന്തിക്കാം. എന്താണ് ഇത്ര പ്രത്യേകത? പലതും ഉണ്ട് പുള്ളിയുടെ കയ്യില്, അതിന്റെ കൂടെ ഒരു വീശുമുറവ് ഇരുന്നോട്ടെ. പക്ഷേ യോഹന്നാൻ മാബ്ദാന കൂട്ടിച്ചേർക്കുന്നു, അവൻ ഗോതമ്പ് പാറ്റും. ഈ മുറവ് എന്താണെന്ന് പോലും ഒരു ചോദ്യചിഹ്നമായി മാറുന്ന നമ്മളുടെ കാലവും സമൂഹവും വീടും അടുക്കളയും ഒക്കെ. മുറം അപ്രതീക്ഷിതമായിട്ട് കാലം എത്രയോ ആയി. ശരിയായ മുറം കിട്ടാനില്ലേ പോലും ഫൈബർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഏതാണ്ട് ആ മാതിരിയുള്ള മെറ്റീരിയൽ ഉണ്ടാക്കി മുറമൊക്കെ കിട്ടും കേട്ടോ. ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതാണ്. യേശുവിന്റെ കയ്യിലുള്ള മുറം കൊണ്ട് അവൻ ഗോതമ്പ് പാറ്റുമത്രേ. ഇനിയാണ് അതിന്റെ ആ പാറ്റുന്നതിന്റെ ക്ലൈമാക്സ് കിടക്കുന്നത്. കനമില്ലാത്ത, ഒന്നും ഉള്ളിലില്ലാത്ത, ഒന്നും ഉള്ളിൽ സൂക്ഷിക്കാത്ത, ഒരു നന്മയുമില്ലാത്ത, വെട്ടമില്ലാത്ത, സൽക്കർമ്മങ്ങൾ ഒന്നും സംഭവിക്കാത്ത, തീരെ കനമില്ലാത്ത, പറന്നു പോകേണ്ട പതിരുകളൊക്കെ മുറത്തിന് വെളിപ്പോവും. പിന്നെയോ കനമുള്ള, ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചിട്ടുള്ള, കുറച്ചുകൂടി നിലപാടുള്ള, വെളിച്ചമുള്ള, മൂല്യബോധമുള്ള, കുലീനമായതൊക്കെ അത് കതിരാണ്. അത് മുറത്തിൽ അവശേഷിക്കും. കാലം എപ്പോഴെങ്കിലും എന്നെ ഈ മുറത്തിൽ എടുത്തിടുമെന്ന് ഈ നോമിന്റെ പാതിയോട് അടുത്ത് നിൽക്കുമ്പോൾ ഓരോരുത്തരും ഒന്ന് ഉറക്കെ ഉള്ളില് എഴുതി ചേർക്കണം. കാലം എന്നെ എപ്പോഴെങ്കിലും തമ്പുരാന്റെ കൈവശമുള്ള വീശുമുറത്തിലേക്ക് എടുത്തിടും. ഈ ഒരു വലിയ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് കഴിവും പ്രാപ്തിയും സാമർഥ്യവും ഉണ്ടെങ്കിൽ, ആ വൈഭവം ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു പടം വരയ്ക്കാനായിട്ട് ഞാൻ അവരെ ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. ഒരു വീശുമുറമൊക്കെ ആയിട്ട് നിൽക്കുന്ന യേശുവിനെ വരച്ചിട്ട് സ്റ്റാമ്പ് സൈസ് മതി കേട്ടോ, പാസ്പോർട്ട് സൈസ് പോലും വേണ്ട. അവനവന്റെ തള്ളവരലിന് നഖത്തിന്റെ വലിപ്പം മതി. എന്നിട്ട് ഉറക്കമുറിയുടെ ഭിത്തിയിലൊന്ന് പതിപ്പിച്ചു വെച്ചാൽ നല്ലതാണ്. എന്നെയും നിങ്ങളെയും അവൻ പാറ്റുന്ന ഒരു നേരം വരുമ്പോ ഞാൻ അകത്തായിരിക്കുവോ വെളിയിലായിരിക്കുവോ?
നിസ്സാരമായ ഒരു കാര്യമല്ല കേട്ടോ. ഒരു നോമ്പതിന്റെ പാതിക്കാലത്തിലെത്തുമ്പോ സ്കൂളിൽ പഠിക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പക്ഷേ ഇതൊരു നോമ്പിന്റെ നാളുകളെ ആണെന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? എന്റെ പൊന്നച്ച, നിങ്ങൾ ഇതൊക്കെ പറയും. ഈ ഫെബ്രുവരി മാർച്ച് മാസം എന്ന് പറയുന്നത് വാർഷിക പരീക്ഷകളുടെ കാലമാണ്. ഒരു മുട്ടയെങ്കിലും കൊടുത്തില്ലേ ഇതുങ്ങളുടെ ബുദ്ധി കെട്ടുപോകുമെന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഏറ്റവും ബുദ്ധിയുള്ളത് കോഴികളാണല്ലോ, അതുങ്ങളുടെ ആണല്ലോ ശരിക്കും മുട്ട. എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലെ കണക്കുകൂട്ടലുകളും ഒരുക്കങ്ങളും ജാഗ്രതയും ഒക്കെ സത്യത്തിൽ ഏത് വഴിക്കാണ് സഞ്ചരിക്കുന്നത്? ഒരു വീശുമുറമുള്ള യേശുവിനെ സങ്കല്പിക്കുക എന്ന് തന്നെയാണ് ഈ സമാപന ദിനത്തിന്റെ സന്ദേശത്തിന്റെ ആരംഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അതിനെ കുറച്ചുകൂടി നമ്മൾ ധൈര്യപ്പെട്ടേ മതിയാവും. അതൊന്ന് കുറച്ചേറെ ഭയം നമുക്ക് തരുന്നുണ്ട്. കരുണയും ആർദ്രതയും അനുകമ്പയ്ക്കും ഒക്കെ അപ്പുറത്ത് നീതിയും ന്യായവും വിധിക്കുന്ന, വിശകലനം ചെയ്യുന്ന ഒരു ദിനമുണ്ടെന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട് വിശുദ്ധ കുർബാനയിലും. അതിങ്ങനെ മിന്നൽ പിണർ പോലെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് പുരോഹിതർ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ഓർമ്മപ്പെടുത്തുന്ന പുരോഹിതർക്ക് ഒട്ടും അതിനകത്തൊരു എന്താ പറയുക, ആഴപ്പെട്ട വിശ്വാസമോ തോന്നലോ ഇല്ലാതെ പോകുന്നു. പിന്നെയല്ല, അത് വെറുതെ നിന്ന് കാണേണ്ടി വരുന്ന കാണികളുടെ ദയനീയ അവസ്ഥ. അത് ഈ നിന്നുള്ള മയക്കത്തിനിടയിൽ അതൊക്കെ അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. ഒടുവില് അവൻ കൃത്യമായി നീതി ന്യായം വിധിക്കുമ്പോൾ ഈ ഭൂമിയിൽ എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ അർത്ഥം എന്തായിരുന്നു, ഈ ഭൂമിയിൽ എൻ്റെ ഭൗതിക ജീവിതം സത്യത്തില് എങ്ങനെയുള്ളതായിരുന്നു? കുറച്ചെങ്കിലും വൃത്തിയും വെടിപ്പുമുള്ള ഒരു ജീവിതം സ്വപ്നം കാണാനായിട്ടെങ്കിലും ധൈര്യമുണ്ടോ? സ്വപ്നം കാണാനായിട്ടെങ്കിലും. പിന്നീടല്ല അത് സാക്ഷാത്കരിച്ചെടുക്കുക എന്ന് പറയുന്നത്. തുടക്കം ഒരു സ്വപ്നമാണ്. ഒരു സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വിധത്തില് നമ്മളിപ്പോൾ നമ്മളുടെ ജീവിതത്തെ എവിടെ കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്? ഒരു നോമ്പ് സത്യത്തില് അത്തരം ചില പുത്തൻ തീരുമാനങ്ങളിലേക്ക്, തിരിച്ചറിവുകളിലേക്ക്, തിരിച്ചുവരവിലേക്കൊക്കെ എന്നെ നിങ്ങളെ ക്ഷണിക്കുന്ന സന്ദർഭവും സമയവും കൂടിയാണ്. മനസ്സ് വെച്ചാല് വൈകിയെങ്കിലും എത്തിപ്പെടാൻ പറ്റും. വൈകി എന്നുള്ളത് സത്യമാണ്. വൈകിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ പരിതപിച്ച് ഇരുന്നിട്ട് കാര്യമില്ല. വൈകിയെങ്കിലും ഓടിത്തുടങ്ങാനായിട്ട് ഒരുക്കമുണ്ടോ എന്നുള്ളതാണ്. ക്രിസ്തുവേശുവെങ്കില് എത്തുന്നവരെല്ലാവരും അത്രയ്ക്ക് ഇങ്ങോട്ട് ഹാപ്പി ആയിട്ടില്ല കേട്ടോ. മാത്രമല്ല, എത്തിയവരിൽ ചിലരൊക്കെ മടങ്ങിപ്പോയിട്ടുണ്ട്. അതും അത്ര സുഖകരമായ മാനസികാവസ്ഥ അല്ലാതെ. ഇങ്ങനെ മടങ്ങിപ്പോകുന്നവർ ചിലരൊക്കെ പിണങ്ങിപ്പോയ മാതിരിയാണ്. ആരെയും കൈകൊട്ടി വിളിച്ചു നിർത്താനായിട്ട് യേശു മുതിരുന്നൊന്നുമില്ല. അയ്യോ പോകരുതേ, പഴയൊരു ചലച്ചിത്രത്തിൽ അയ്യോ അച്ഛ പോകരുതേ എന്ന് രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മുടെ ശ്രീനിവാസൻ പറയിപ്പിക്കുന്നത് പോലെ ഇല്ല. ചില മനുഷ്യരൊക്കെ ക്രിസ്തുവിൽ എത്തിയിട്ട് ശരിക്കും നിരാശയിലും അസ്വസ്ഥതയിലും ക്ഷോഭത്തിലും ഒക്കെ മടങ്ങിപ്പോകുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ചിന്ത. ഒരു വീശുമുറമുള്ള യേശുവിനെ മനസ്സിനകത്തൊന്ന് പ്രതിഷ്ഠിച്ചാൽ മാത്രമാണ് രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ആദ്യത്തെ 3 സുവിശേഷങ്ങളും സമവീക്ഷണ സുവിശേഷങ്ങൾ, ആദ്യത്തെ 3ലും ഏതാണ്ട് ഒരേപോലെ വിവരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു യുവാവ്, ധനികനായ യുവാവ് യേശുവിന്റെ അരികിൽ എത്തുന്നതാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായത്തില്, രണ്ടാം സുവിശേഷമായ മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തില്, ആദ്യത്തേത് 19 ആണെങ്കിൽ രണ്ടാമത്തേത് 10 ആണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ അത് 18-ാമത്തെ അധ്യായത്തില് ഇതേ സംഭവം വലിയ വ്യത്യാസം കൂടാതെ കിടപ്പുണ്ട്. അതും ഒന്ന് വായിക്കാനായിട്ട് ധൈര്യം ഉണ്ടാവണം. ഈ 3 വേദ അധ്യായങ്ങൾ കിട്ടിയ സ്ഥിതിക്ക് അതിനകത്തുനിന്ന് തപ്പിയാല് ധനികനായ ഒരു യുവാവ് യേശുവിന്റെ അരികിലെത്തിയ സംഭവം പിടുത്തം കിട്ടും. പ്രത്യേകിച്ച് വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17 മുതലാണ് വചനഭാഗം. അവമെന്ന് ചോദിക്കുക, നിത്യജീവനെ പ്രാപിപ്പാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുക. നിത്യജീവനെ പ്രാപിപ്പാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു നോമ്പിന്റെ നാളുകളിൽ പോലും ഒരു നിത്യതയെക്കുറിച്ച് വിചാരമോ വ്യാകുലതയോ ഇല്ലാത്ത
ഭക്തരെ കൊണ്ട് ഭൂമി നിറയുമ്പോൾ ഈ ഒരു വേദഭാഗത്തിനും ഈ ചെറുപ്പക്കാരനും വലിയൊരു സല്യൂട്ട് കൊടുത്തേ മതിയാവും. കാരണം അയാളുടെ ഭൗതികമായ ഒരു ആവശ്യങ്ങളുമായിട്ടല്ല യേശുവിൽ എത്തുന്നത്. ഒരു രോഗസൗഖ്യത്തിനല്ല. അത് തനിക്കായാലും തൻ്റെ മകൾക്കായാലും ആർക്കായാലും തൻ്റെ ദാസനായാലും ആർക്കായാലും ഒരു ഭൗതികമായ വിഭവങ്ങളും പദാർത്ഥങ്ങളും ആവശ്യപ്പെട്ടോ ആഗ്രഹിച്ചോ അല്ല അയാൾ യേശുവിൽ എത്തുന്നത്. അയാൾ യേശുവിൽ എത്തുന്നത് നിത്യജീവനെ പ്രാപിപ്പാനായിട്ട്. ഞാൻ എന്ത് ചെയ്യണം? ശരിക്കും പറഞ്ഞാല് യേശു കുറച്ചും കൂടി മര്യാദയുള്ളൊരു നേതാവായിട്ട് മാറണമായിരുന്നു. മര്യാദകേടാണ് പലപ്പോഴും കാണിച്ചത്. കാരണം ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് വരുന്നവനെ വേണമായിരുന്നു തൻ്റെ ശിഷ്യ സംഘത്തിൻ്റെ ഒക്കെ നേതാവാക്കാനായിട്ട്. കൂടെ കൂട്ടിയ 12 നേതാവായ പത്രോസ് ഉൾപ്പെടെ ഒരെണ്ണത്തിന് പോലും നിത്യതയെക്കുറിച്ചും ചിന്തയില്ല, ജീവനെക്കുറിച്ചും ചിന്തയില്ല. എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചതെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യേശുവിന്റെ കാലത്ത്. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ, അതും അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണം, ധനികനായ ഒരു ചെറുപ്പക്കാരൻ. ഈ ധനവും ദൈവവും ഒന്നും ഒരുമിച്ച് പോകത്തില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞ ആളാണ് യേശു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഒരു സൂചിക്കുഴയിലൂടെ ഒട്ടകം കടക്കുന്ന ഒരു കാലത്ത് പോലും ധനികൻ ദൈവരാജ്യത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞു. സൂചിക്കുഴയിലൂടെ ഒരു ഒട്ടകം കടക്കാം. അതിനെക്കുറിച്ച് പല പഠനങ്ങളുണ്ട്, പല വർത്തമാനങ്ങളുണ്ട്. അതൊന്നുമല്ല പറയാൻ ഉദ്ദേശിച്ചേ. അതോടുകൂടി ഈ ധനവാന്മാരായ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. എന്താണ്? എങ്ങനെയെങ്കിലും സൂചിക്കുഴ ഒന്ന് വലുതാക്കാനുള്ള ശ്രമത്തിലാണ്. ഒട്ടകത്തെയും കൊണ്ട് ഞാൻ അപ്പുറം കടക്കും. അത്തരം ചില ഗവേഷണങ്ങളും ധ്യാനങ്ങളിലും മുഴുകുന്ന ഞാൻ ഉൾപ്പെട്ട ധനികരായ മനുഷ്യരെല്ലാവരും ശരിക്കും ക്രിസ്തുവിൽ നിന്ന് എത്ര ദൂരത്താണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ആ സമൂഹത്തിന്റെ മധ്യത്തില് യേശുവിൽ എത്തുന്നത്. അയാൾക്ക് യേശുവുമായിട്ടൊരു മുഖാമുഖം കാണാനായിട്ട് ഭാഗ്യമുണ്ടായെന്നുള്ളിടത്ത് മുതൽ നമ്മൾ വിസിലടിച്ചു തുടങ്ങണം. അത്യപൂർവമായ കാര്യമാണ്. യേശുവുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാവുന്നു, സംഭാഷണത്തിന് സാധ്യത ഉണ്ടാവുന്നു. രണ്ടും കൽപ്പിച്ച് പുറപ്പെട്ടു വന്നൊരു ചെറുപ്പക്കാരനാകട്ടോ. ഒരു നല്ല പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ നിങ്ങളുടെ ജീവിതത്തില് ഏത് കാര്യത്തിനാണ് പ്രിപ്പറേഷൻ ഉള്ളത്? ജീവിതത്തില് സ്വയം ഒന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഈ നോമ്പിന്റെ നാളുകൾ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് അളന്നെടുക്കേണ്ടതാ. എന്തായാലും ഈ ചെറുപ്പക്കാരനോട് യേശുവിന് പറയാനായിട്ട് വളരെ സിമ്പിളായ ഒരു കാര്യമുള്ളൂ. കൽപ്പനകളൊക്കെ പാലിക്കുക എന്ന്. അങ്ങനെ ഒരു തോന്നലുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. കൽപ്പനകളൊക്കെ പാലിച്ചാല് ഞാനും നിങ്ങളൊക്കെ രക്ഷപ്പെടുമെന്ന്. ദൈവം ഇങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തി കൊടുത്ത തലമുറകൾ കൈമാറി വന്ന ആ കൽപ്പനകളൊക്കെ ഒന്ന് പാലിച്ചാല് രക്ഷപ്പെടും. വളരെ നിർജീവമായിട്ടുണ്ട് എൻ്റെ നിങ്ങളുടെ മതജീവിതം. ഒരു സംശയമില്ല, അവനവന്റെ മതജീവിതത്തെ ശരിക്കൊന്ന് പരിശോധിക്കണം. കേരളത്തിന്റെ സകല മതജീവിതങ്ങളെ പരിശോധിക്കാൻ നിർബന്ധിച്ച മഹാ ആചാര്യനാണ് ശ്രീനാരായണ ഗുരു. ആചാര്യനെ ഓർക്കുകയാണ്. മതജീവിതത്തെ ശരിക്ക് കരുണ കൊണ്ടും അനുകമ്പ കൊണ്ടും ശുദ്ധീകരിക്കണമെന്ന് നിർബന്ധം പിടിച്ച ഒരു ആചാര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഒരു ഉറുമ്പിന് പോലും ഒരു പീഡയേൽക്കരുതെന്നൊക്കെ പറയാനായിട്ട് ഏതൊരു ആചാര്യനാണ് ധൈര്യം ഉണ്ടാവുക, മര്യാദ ഉണ്ടാവുക, വിനയമുണ്ടാവുക? അപ്പോൾ എൻ്റെ നിങ്ങളുടെയും ഒക്കെ മതജീവിതത്തിനകത്ത് ശരിക്ക് ഒരു യേശു ജീവിതം ഇല്ലാതെ പോകുന്നു. ഞാനൊക്കെ ഒരു മതജീവിതത്തിന്റെ ഭാഗം മാത്രമാവുന്നു. എന്നാൽ ഒരു യേശു ജീവിതം എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ലെന്ന് മാത്രമല്ല, ആഗ്രഹിക്കുന്നില്ല, സ്വപ്നം കാണുന്ന പോലുമില്ല. അങ്ങനെ ഒന്നുണ്ടെന്നുള്ള യാതൊരു വിചാരവുമില്ല. ഒരു യേശു ജീവിതത്തിന് യാതൊരു സ്കോപ്പും ഇല്ലാത്ത വിധത്തില് നമ്മൾ വളരെ മോശപ്പെട്ട അവസ്ഥയിലെത്തിയോ? കേൾക്കാൻ വരുന്ന മുഴുവൻ മനുഷ്യരും മോശക്കാരാണെന്നോ ധാരണയില് പ്രഭാഷകരൊക്കെ സംസാരിക്കുന്നത് കഷ്ടമാണ് അല്ലേ? ഒരിക്കലും അല്ല. അങ്ങനെ ഒരു ചിന്തയിലല്ല ഈ ദിവസം ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മറിച്ച് ഞാൻ എന്നെ തന്നെ ചില കാര്യങ്ങളൊന്ന് ഓർപ്പിക്കുക. ഒരു ലജ്ജയുമില്ലാതെ, ഒരു മടിയുമില്ലാതെ. ഇങ്ങനെയാണോ ശരിക്ക് എൻ്റെ മതജീവിതം മുമ്പോട്ട് പോകേണ്ടത്? ഇതിനകത്തൊരു ക്രിസ്തു ഉണ്ടോ?
ക്രിസ്തു ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫലങ്ങളുണ്ടാവും. കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ടെന്നാ പറയുക. ശരിക്കും നോമ്പെടുത്തായിരുന്നു കേട്ടോ, ഈ ദിവസം വരെ നോമ്പെടുത്തായിരുന്നു. എന്നിട്ട് ആർക്ക് എന്ത് ഗുണം കിട്ടിയെന്നാണ് ചോദിക്കുക. പറുദീസയുടെ വാതിലുകൾ തുറന്നു എന്നുള്ളത് ശരിയാ. ഞാനിപ്പം പോകാൻ തയ്യാറാണോ? നിങ്ങൾ ഉത്തരം പറയുമായിരിക്കും. എനിക്ക് പറയാൻ കുറച്ച് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പ് എടുത്ത് പറുദീസയുടെ വാതിലുകളൊക്കെ തുറപ്പിച്ച് അവസാനം പോകാൻ ആളില്ലെങ്കിൽ എന്ത് ചെയ്യും? ആർക്കാണ് ഈ ധൈര്യം? അപ്പോൾ നോമ്പ് ശരിക്ക് എടുത്തു എന്നുള്ളൊരു സത്യം ഒരു വശത്ത് നിൽക്കെ തന്നെ സത്യത്തിൽ അതെന്തായിരുന്നു? അതൊരു അനുഷ്ഠാനം മാത്രമായിട്ട് മാറിയോ എന്നല്ല, അധപ്പതിച്ചു പോയോ? കുറച്ചുകൂടി മനുഷ്യനാവാനായിട്ടുള്ളൊരു ക്ഷണമുണ്ട് യേശുക്രിസ്തുവിന്റെ എല്ലാ പ്രബോധനങ്ങളില്, ശുശ്രൂഷകളില്. കുറച്ചുകൂടി മനുഷ്യനാവുക നീ. കൽപ്പറ്റ നാരായണ മാഷിന്റെ ഒരു കവിത ഇങ്ങനെ പറയുന്നുണ്ട്: രൂപം കൊണ്ട് ഭാവം കൊണ്ട് നീ മനുഷ്യനാവാം, പക്ഷെ നീ സ്വഭാവം കൊണ്ട് മനുഷ്യനാണോ? സ്വഭാവം കൊണ്ട് എപ്പോഴാണ് ഞാൻ എൻ്റെ സ്വഭാവം കൊണ്ടൊരു മനുഷ്യനായി മാറുന്നത്? എന്തായാലും നിത്യജീവനെ ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ എത്തുമ്പം അവനെ ശരിക്കൊന്ന് അഭിനന്ദിക്കേണ്ടതാണ്. ആർക്കും തോന്നാത്തൊരു കാര്യമാണ്. അതും ധനികനായൊരു ചെറുപ്പക്കാരന് നിത്യതയെക്കുറിച്ചൊക്കെ ഒരു വ്യാകുലതയോ വിചാരമോ തുടർന്ന് ഒരു അന്വേഷണമൊക്കെ ഉണ്ടാകുക, ഒരു ഗുരുവിനെ കണ്ടെത്തുക, കാൽക്കൽ വീണ് നമസ്കരിക്കുക, ചോദിക്കുക. അപ്പോൾ യേശുവിന്റെ മറുപടി, യേശു ഒരു അത്യാവശ്യം അവനെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന വിധത്തിലാണ്. നിങ്ങളത് വേദപുസ്തകം വായിക്കുമ്പോൾ ഭക്തി മാത്രം പോരെന്ന് ഞാനിപ്പോഴും പറയും. ദൈവം തന്ന യുക്തിയും ബുദ്ധിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം വായിക്കാനായിട്ട്. കുറച്ചൊരു ലാഘവത്തോടു കൂടി വായിക്കേണ്ട പുസ്തകം കേട്ടോ. ഇത്രയും പവിത്രമായ, ഇത്രയും ഒരുക്കങ്ങളോടും ആരവങ്ങളോടും കൂടി മാത്രം നമ്മുടെ ആരാധനകളിൽ കൂദാശകളൊക്കെ വായിക്കട്ടെ. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കൂടി ഓപ്പൺ ചെയ്യേണ്ട ഒരു പുസ്തകമാണ് ശരിക്കും ബൈബിൾ, സുവിശേഷം. ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുറച്ചും കൂടി കൂളായിട്ട് നമ്മൾ അതിലേക്കൊന്ന് എത്തുക. യേശു പറയുന്നുണ്ട്, കൽപ്പനകളൊക്കെ പാലിക്കുക. അവന്റെ എന്തോ ഒരു മൊന ഒടിച്ചു കളയുക യേശു. കൽപ്പനയൊക്കെ പാലിച്ചാൽ മതിടാ, നിനക്ക് നിത്യതയുടെ അനുഭവം ഉണ്ടാവും. അപ്പോൾ അവൻ കരുതിക്കൂട്ടി വന്നതാ. അവൻ നല്ല പ്രിപ്പയർ ആണ്. അവൻ പറഞ്ഞു, കൽപ്പനകളാണോ? മാഷ, ഞാനതിന്റെ ചെറുപ്പകാലം മുതലേ പാലിച്ചു പോരുന്ന ഒരാളാണ്. യേശു ഏത് മതത്തിനകത്ത് ജീവിക്കുന്നോ അതേ മതത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനായ ധനികനാണ് അയാൾ. കൽപ്പനകളൊക്കെ പാലിച്ചാൽ രക്ഷപ്പെടുമെന്നാണെങ്കിൽ ഞാനത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്നാണ് പറയുക. അതയാൾ പറഞ്ഞത് കള്ളമായിരുന്നെങ്കിൽ ഹൃദയവിചാരങ്ങളെ മനസ്സിലാക്കാൻ നല്ല കേൾപ്പുള്ള യേശു പറഞ്ഞേനെ, നീ സത്യം പറയണം, നീ കള്ളം പറയരുതെന്ന് പറഞ്ഞേനെ. അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് അയാൾ പറഞ്ഞ സത്യ എന്ത്? ചെറുപ്പം മുതലേ ഇതൊക്കെ പാലിക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ആ ചെറുപ്പക്കാരനെ കുറച്ചും കൂടി നടുത്ത് പരിചയപ്പെടേണ്ടേ. ചെറുപ്പം മുതലേ ഇതൊക്കെ പാലിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ഇപ്പൊ എന്തേ ഒരു സംശയം തോന്നാനായിട്ട്, ഇതൊന്നും പോരെ, ഇത് പോരാ എന്നോ ഇതൊക്കെ മതിയോ എന്നോ ഒരു സംശയം എന്തുകൊണ്ട് അയാൾക്ക് തോന്നി? ഇപ്പൊ അവനവന്റെ മതജീവിതത്തെ അനുദിനം നവീകരിക്കേണ്ട ഒരു വലിയ ആവശ്യമുണ്ട്. നമ്മളിങ്ങനെ നീട്ടമുള്ള ഒരു കുഴലിന്റെ ഈ നീട്ടം എന്ന് ഉദ്ദേശിച്ചത് ഒരു 100 വയസ്സ് വരെയൊക്കെ ആണ് സെഞ്ചുറി അടിച്ചാലും പോകത്തിൽ നിന്നാണ് പലരുടെയും പ്രഖ്യാപനം. ഒരു 100 വയസ്സ് വരെ നീട്ടമുള്ള ഒരു കുഴലിൽ ഒരറ്റത്ത് കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് ചാടാമെന്ന് നമ്മൾ വിചാരിക്കുക. കൂടെയും മതവും വെറുതെയാ, വളരെ കഷ്ടമാണ് കേട്ടോ. യാക്കോസ്ലിഹ പറയുന്നുണ്ട്, യാക്കോസ്ലിഹയുടെ ലേഖനമൊക്കെ ഒന്ന് തപ്പുന്നത് നല്ലതാണ്, ആപത്താണെങ്കിലും തപ്പുന്നത് നല്ലതാണ്. ദൈവവിശ്വാസം, ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നല്ലത് തന്നെ. ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അത് നല്ലത് തന്നെ പറയുന്ന യാക്കോസ്ലിഹയാണ്. എന്നിട്ട് പറയാണ്, പിശാചിനും അതുണ്ടത്രേ. തീർന്നോ? ആരില്ല വിശ്വാസമുള്ള? പിശാചിനും ഉണ്ടത്ര ദൈവത്തിൽ വിശ്വാസം. തീർന്നോ? അപ്പൊ ഞാനും അയാളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് എന്റെ ജീവിതം കൊണ്ട് ഞാൻ പ്രൂവ് ചെയ്യേണ്ടത്, തെളിയിക്കേണ്ടത്. പിശാചിനും ഉണ്ടത്ര ദൈവത്തിൽ വിശ്വാസം. യാക്കോസ്ലിഹ പറയുന്നുണ്ട്, കുറച്ചുകൂടി ഭയവും പരിഭ്രമവും ഉണ്ടത്രേ. ആർക്കാ? പിശാചിന്. ആരോട്? ദൈവത്തോട്. അത് നമുക്കിട്ട് കൊട്ടാണ്. ഭയവും ഇല്ല, പരിഭ്രമവും ഇല്ല നമുക്ക്.
അപ്പൊ നമ്മളൊക്കെ കുറച്ചും കൂടി ഭേദപ്പെട്ട ഒരാളായിട്ടാണ് യാക്കോസ്ലിക പിശാചിനെ പരിചയപ്പെടുത്തുന്നത്. ദൈവത്തെ അറിയാം, വിശ്വാസമുണ്ട്, കുറച്ച് സംഭ്രമമുണ്ട് അത്രേ പിശാചിന്. ഇതൊന്നും നമുക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവനേക്കാൾ മീതെയാണ് നമ്മളെന്നൊരു തോന്നലിലാണ്. ഏതാണ്ട് അവനവന് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റേണ്ട ഒരു ചെറിയ റിമോട്ടായിട്ട് ദൈവം മാറി ഈ കാലത്ത്. നോമ്പ് മൂലം ദൈവത്തെ പ്രീതിപ്പെടുത്താനും പ്രസാദിപ്പിക്കുവാനും മാത്രമല്ല, ശരിക്കും പേടിപ്പിച്ച് വരങ്ങളൊക്കെ ഒഴുക്കി ഇറക്കാനും കൂടിയാണത്രേ നോമ്പെടുത്തതിന്റെ കണക്കാണ് നമ്മൾ ഇനി പറയാൻ പോവുക. ഞാൻ ഈസ്റ്റർ വരെ എത്ര കഷ്ടപ്പെട്ട ദൈവമേ പിടിച്ചു നിന്നത്, എവിടെ പിടിച്ച നിൽക്കുന്നെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് നമ്മളുടെ വ്യാമോഹം എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഇത്തിരി ഭക്ഷണമാണോ? ഒരു നല്ല ഫിസിഷ്യൻ നമ്മളോട് പറയുകയാണ്, നാളെ മുതൽ എന്നല്ല ഇന്നു മുതൽ നിങ്ങൾ റെഡ് മീറ്റ് കൂട്ടരുതെന്ന് പറഞ്ഞാൽ പ്രാഗിയാണെങ്കിലും പണി നിർത്തും. ഇത്തിരി പോത്തിറച്ചി വളർത്തിക്കൊണ്ട് ഇന്നും കൂടെ കൂട്ടിട്ട് ഞാൻ നാളെ രാവിലെ കൊണ്ട് നിർത്തിയാക്കാന്ന് പറയും. നോമ്പിലല്ല കേട്ടോ. പഞ്ചസാര നിങ്ങൾ ഇന്ന് തൊട്ടുപോകരെന്ന് പറഞ്ഞാല്, പുളിയൊപ്പം തൊട്ടുപോരെന്ന് പറഞ്ഞാല് നമ്മള് ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ചിന്തിക്കും, പണി നിർത്തും. സഭയുടെ പിതാക്കന്മാർ കാലാകാലമായി യോഹന്നാൻ ഓർമ്മപ്പെടുത്തിയ സമാപന ദൂതിനകത്ത് സഭയുടെ കാനോനിക നോമ്പുകൾ 5, ഒപ്പം ബുധനും വെള്ളിയും നോമ്പ് തൊട്ടിട്ടില്ല. നമ്മളെ ഇതുവരെയും അതൊന്ന് ശല്യപ്പെടുത്തിയിട്ടില്ല, ഭാരപ്പെടുത്തിയിട്ടില്ല. എടുക്കേണ്ടി വരുന്നല്ലോ എന്നുള്ളതല്ല, എടുക്കാതെ ജീവിക്കുന്നതിനകത്ത് പോലും നമുക്കൊരു സ്വസ്ഥതക്കേട് തോന്നുന്നില്ല. നമ്മളിന്നാ നന്നാവുക. നമ്മുടെ ചിറകൊടിഞ്ഞ് നമ്മൾ ഏതാണ് ഇങ്ങനെ തീർന്ന സമയത്ത് നമ്മൾ ചിലപ്പം പഠിക്കുമായിരിക്കും ചില പാഠങ്ങൾ, അല്ലേ? അതുവരെ നമ്മളിങ്ങനെ കൊടഞ്ഞു പറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഈ ചെറുപ്പക്കാരന്റെ മറുപടിയിലേക്ക് മടങ്ങി വരാം. ഗുരു, ചെറുപ്പകാലം മുതൽ പാലിക്കേണ്ട കൽപ്പനകളും നിയമങ്ങളും ഒക്കെ പാലിച്ചാ ഞാൻ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മളൊന്ന് കാര്യമായി ഡീപ്പായിട്ടൊന്ന് എക്സ്കവേറ്റ് ചെയ്യേണ്ട, ഖനനം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അവിടെ. ഈ കാലാകാലങ്ങളിൽ ചെറുപ്പകാലം മുതൽ ബാല്യകാലം മുതൽ ഞാൻ പാലിച്ചു പോരുന്നതിനകത്ത് നിന്ന് പോലും എനിക്കൊരു ഉറപ്പ് കിട്ടാതെ പോകുന്നോ? ദൈനംദിന ജീവിതത്തില് ഞാൻ അത്തരം ഒരു ഉറപ്പ് കണ്ടെത്തണം യേശുവില്. അവിടെയാണ് നമ്മളൊക്കെ ഏതാണ്ട് മൊത്തത്തിൽ പരാജയപ്പെടുന്നത്. ഇനി കൽപ്പനകൾ ഏതൊക്കെയാണെന്നാണ് അവൻ ചോദിക്കുക. യേശുവിന് ഒറ്റ ശ്വാസത്തില് പറയാൻ പറ്റുന്ന കൽപ്പനകളൊക്കെ പറയുന്നുണ്ട്. രസകരമാണ് അവരുടെ ഒരു സംഭാഷണം കേട്ടോ, വളരെ രസകരമാണ്. കൽപ്പനകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് അവൻ ഉറപ്പിച്ചത്, ഇതൊക്കെയായിരുന്നോ, ഇതൊക്കെ ഞാൻ എത്രയോ കാലമായിട്ട് പാലിച്ച് പോരുന്നതാണ്, അണുവിട വ്യതിചലിക്കാതെ. ഒരു യാന്ത്രികമായ മതജീവിതത്തിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ആത്മാവില് ഒരു ആത്മാർത്ഥതയുണ്ടോ, സ്നേഹമുണ്ടോ? ഏതാണ്ട് ഒരു 25 ദിവസമാകും, 2-3 ദിവസം കഴിയുമ്പോൾ. പാതി നോമ്പ് കൃത്യ ദിവസം 25 തന്നെയാ. ആ 25 ദിവസമാകുമ്പോൾ ഇത്രയും ദിവസത്തെ നോമ്പെടുത്തതിന്റെ എന്തെങ്കിലുമൊക്കെ ആത്മീയമായ മെച്ചങ്ങള്, ഭൗതികമായ മെച്ചങ്ങള് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? ഇത്രയും കാലത്തെ എന്റെ നോമ്പ് പോലും എനിക്ക് ഗുണകരമായി മാറുന്നു. മീൻകടയിലെ പറ്റ് തീർക്കണ്ട, പച്ചമീൻ കടയിലെയും ഉണക്കമീൻ കടയിലെയും മുട്ട വാങ്ങിക്കുന്നിടത്ത്, ശരിയല്ലേ? അവിടുത്തെ ഒരു പറ്റ ഏതാണ്ട് 50-48 ദിവസക്കാലത്തേക്കൊന്നു മാറി നിൽക്കുന്നു. വിശേഷമൊന്നുമില്ല. 47-ാം ദിവസം ആകുമ്പോഴത്തേനും നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു മേടിക്കും കേട്ടോ, ഒരു സംശയമില്ല. അപ്പോൾ ആകെപ്പാടെ ഇതിനകത്ത് ലാഭവും നഷ്ടവും എന്താണ്? എന്റെ നോമ്പാചരണം കൊണ്ട് ആത്മീയമായും ഭൗതികമായും എന്റെ ഒപ്പമുള്ള മനുഷ്യർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തില് ഗുണപ്പെടുന്നുണ്ടോ? അപ്പോൾ ഈ നോമ്പ് എന്തിനായിരുന്നു? അപ്പൊ നിർജീവമായ ഒരു കാര്യമായിട്ട് മാറിയോ നോമ്പ്? ഇവിടെ ബെന്നീച്ചൻ ഇങ്ങനെ പറയുന്നൊരു ഭവനം പണിതു കൊടുക്കും. ഭൂമിയിലെ ഏറ്റവും എന്താ പറയുക, നിസ്സാരരായ ഗതികെട്ട മനുഷ്യരിൽ കുറച്ച് ഭാഗമല്ലേ വീടില്ലാത്തവര്. വീടുകളിലൊക്കെ ഇങ്ങനെ കാലാകാലങ്ങളില് ജീവിച്ചു പോരുന്ന നമുക്ക് അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്താണെന്ന് പിടുത്തം കിട്ടുക. അങ്ങനെ ഒരു തണലില്ലാത്തതിൻ്റെ ഭാരം എന്താണ്, വിവശത എന്താണെന്ന് നമുക്ക് സങ്കല്പിച്ച പോലും കിട്ടില്ല. അപ്പൊ അവിടെയൊക്കെയാണ് എൻ്റെ നിങ്ങളുടെ ഈ നോമ്പ്
ശരിക്കും ആത്മീയമായും ഭൗതികമായും ഏകോപിപ്പിക്കേണ്ടത് ഇത്തരം ചില കാര്യങ്ങളിലേക്ക് ഞാനും നിങ്ങളും കേൾക്കുന്ന സുവിശേഷവും എടുക്കുന്ന വ്രതവും നടത്തുന്ന പ്രാർത്ഥനകളും ഒക്കെ സഹായിക്കേണ്ടതാണ്. എന്തായാലും ഈ ചെറുപ്പക്കാരൻ പറയുന്നു, എൻ്റെ ചെറുപ്പം മുതൽ ഞാനിതൊക്കെ പാലിച്ചിട്ടുണ്ട്, വേറെ എന്തെങ്കിലും നിനക്ക് ഉപദേശിക്കാനുണ്ടോ? അപ്പോൾ യേശു പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിന്റെ സമ്പത്താണ്. ഈ സമ്പത്ത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, നീ എന്നെ അനുഗമിക്കുക. പടാന്ന് അവന്റെ നിർദ്ദേശങ്ങൾ വന്നു വീണു. നിനക്കൊരു കുറവുണ്ട്, അതിനെ മാത്രമൊന്നും എടുത്താൽ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തി തരണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ധൈര്യമുണ്ടോ? അങ്ങനെയെങ്ങാനും ഒന്ന് പ്രാർത്ഥിച്ചാല്, ആ പ്രാർത്ഥന അവിടുന്ന് കേട്ടാല്, കുറവുകളെ പറഞ്ഞു തന്നാല് നമ്മൾ എന്ത് ചെയ്യുമെന്നാണ്. നോമ്പിന്റെ നാളുകളിലെ പൊട്ടക്കഥയാ കേട്ടോ. നോമ്പിന്റെ നാളുകളിലാണ് ഇങ്ങനെ ഒരു ഷാപ്പിന്റെ വാതക്കൂടെ നടന്നു പോകും. ആരെങ്കിലും ഒന്ന് അകത്തിരി തന്നെ വിളിക്കണേന്നാണ് പ്രാർത്ഥന. ഈ നാസറുദ്ദീൻ ഹോജയുടെ കഥ കേട്ടോ, ഈ മുല്ലാക്കഥ, ഹോജ, ഇതൊക്കെ ഒന്ന് വായിക്കുന്ന നല്ലതാ. ആരെങ്കിലും അകത്തിരി തന്നെ ഒന്ന് വിളിക്കണേന്നാണ് പ്രാർത്ഥന. വലിയ വ്രതത്തിന്റെ കാലത്താ ഹോജ. അപ്പൊ അത് ഒരു വിളി വരികയാണ്. അപ്പം പറയും, എന്റെ ചങ്ങാതി എന്നെ വിളിച്ചു. ഒപ്പം തന്നെ ഹോജ പറഞ്ഞു, അയ്യോ സാത്താനും എന്നെ വിളിച്ചു, സാത്താനാണ് വിളിച്ചേ, ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് പറയാ, ഇല്ല സാത്താനെ അങ്ങനെ പിണക്കണ്ട കേട്ടോ, ഇല്ല നാളെ അവൻ വിളിച്ചില്ലെങ്കിലോ, ഇന്നവൻ വിളിച്ചിട്ട് ഞാനത് ഗവനിച്ചില്ലെങ്കിൽ നാളെ അവൻ വിളിക്കാതിരുന്ന, നാളെ കഴിഞ്ഞും വിളിക്കാതിരുന്നാലോ, അതുകൊണ്ട് സാത്താനെ പിണക്കണ്ട. എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലെ വ്രതവും വിശുദ്ധിയും പ്രാർത്ഥനയും നിലനിൽപ്പും ശക്തിയും ഒക്കെ ഇത്രത്തോളം ദുർബലമാണ്. ഒരു കുറവുണ്ടെന്നാ പറയുക. അയാളെ സംബന്ധിച്ചത് ധനമായിരുന്നു കേട്ടോ, നമ്മളെ സംബന്ധിച്ച് അതാകണമെന്നല്ല, അതായിരിക്കണമെന്നല്ല എന്ന് ഞാൻ ആശ്വസിപ്പിക്കുക. ധനമൊന്നും അത്ര പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. അതിന് മീതെ 100,000 പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ കൃത്യമായിട്ട് പണിത് ഉയർത്തി വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇത്തിരി ജീവിക്കാനായിട്ടല്ല ഇത്തിരി ധനം സാരമില്ല. ധനത്തിനെതിരൊന്നും ആയിരുന്നില്ല കേട്ടോ ക്രിസ്തു യേശു, പണത്തിനെതിരെ ആയിരുന്നില്ല. ധനവാൻ സ്വർഗത്തിലേ പോകത്തില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞത് ചില ധനവാന്മാരെ ഓർത്തുകൊണ്ട് മാത്രമായിരുന്നു. മടുത്തിട്ട് പറഞ്ഞതാണ്. ഒട്ടകം സൂചിയുടെ കുഴലിലൂടെ കടന്നാ പോലും നീയൊന്നും പോകത്തില്ലടാന്ന് പറഞ്ഞത് നമ്മൾ ഈ നാട്ടുഭാഷയിൽ പറയത്തില്ല, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത സാധനങ്ങൾ. അങ്ങനെയുള്ള വളരെ അപൂർവം ചിലരെയൊക്കെ ഓർത്തുകൊണ്ടാണ്. അതാണ് ധനവാന്റെയും ലാസറിന്റെയും ഒക്കെ കഥ യേശു പറയേണ്ടി സാഹചര്യം വന്ന്. ധനത്തിനെതിരൊന്നും ആയിരുന്നില്ല. അങ്ങനെ ധനത്തിനെതിരായിരുന്നെങ്കിൽ പാവം മരിച്ചു കഴിഞ്ഞപ്പോ എവിടെ കൊണ്ട് അടക്കിയേനെ? അരിമത്തിയിലെ ജോസഫ് കാശുള്ള ആളായ കൊണ്ടല്ലേ പുള്ളി തോട്ടമൊക്കെ മേടിച്ചിട്ടേ. സുവിശേഷം ഒന്ന് നോക്കി അറിയാം. അരിമത്തിയിലെ യൗസേപ്പിനെ സുറിയാനി സഭ വലിയ വെള്ളിയാഴ്ചയില് 2ാം പ്രദക്ഷിണത്തില് ഒരു നല്ല പാട്ടോടുകൂടി ആദരിക്കുന്നത് നിസ്സാരമല്ല. അത്രത്തോളം വലിയൊരു മനുഷ്യനാണ്. ക്രിസ്തുവിനെ അടക്കാനായിട്ട് അയാൾ കല്ലറ വിട്ടുകൊടുത്തയാളാ. അങ്ങനെ ക്രിസ്തു ചാകുമെന്ന് പുള്ളിക്ക് മുൻകൂട്ടി തോന്നല് കിട്ടിയിട്ട് പുള്ളി കല്ലറ പണിത് വെച്ചാണോ? അല്ല, അയാൾക്ക് വേണ്ടി പണിത് വെച്ച കല്ലറയാണ്. അരിമത്തയിലെ യൗസേപ്പിനെ സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഇത്രത്തോളം ആദരിച്ചത് സ്വന്തമായി അയാൾ കല്ലറ പണിത് വെച്ചെന്നുള്ളതാണ്. യേശുവിന് കൊടുത്തതൊക്കെ പിന്നെ നടന്ന സംഭവമല്ലേ? അതും തന്റെ തോട്ടത്തിന് മധ്യത്തില്. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമോ? ഈ തോട്ടം എന്ന് പറയുന്നത് റബ്ബറാവും, ഏലമാവും, കുരുമുളകും ഒന്നും വേണ്ട, പൂന്തോട്ടമായിക്കോട്ടെ, അതിന്റെ നടുക്ക് ആരെങ്കിലും ഒരു കല്ലറ പണിത് വെക്കോ? ശവകുടീരം. ഇത്ര അവലക്ഷണം കെട്ടൊരു സാധനം വേറെ എവിടെയുണ്ട്? അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഞായറാഴ്ചകളിൽ പള്ളിയിലെ കഴിഞ്ഞ് ഗതികേടിന് അപ്പന്റെ അമ്മയുടെ വല്യപ്പൻ വല്യമ്മ മുടിഞ്ഞ കളി ഇതുങ്ങൾ തീരത്തിൽ ഒരാണ്ടിൽ 7-8 തവണ അവിടെ പോയി വെയിലും കൊണ്ട് നിന്ന് അച്ഛന്മാര് വരാത്തതിന് പരാതി പറഞ്ഞ് കുരിശും മെഴുകുതിരി എടുക്കാനായിട്ട് ഗുസ്തി ഉണ്ടാക്കി നാടകം നടത്തി ഓടുവാണ്. എന്തൊരു കഷ്ടമാ. ഒടുവിൽ വന്ന് അവസാനം വന്ന് വീഴേണ്ട ഒരു പൊത്തുപോലത്തെ ഇടമാണെന്ന് പോലും വിചാരിക്കുന്നില്ല. ഈ ഹാളിനേക്കാളും വലിയ വീട്ടിൽ താമസിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ ഒടുവിൽ വന്ന് വീഴേണ്ട പൊത്തുപോലത്തെ ഒരു സ്ഥലം അത്. വീരാൻകുട്ടി മാഷ് എന്ന് പറഞ്ഞ മലയാളത്തിലെ നല്ലൊരു കവിയും എഴുത്തുകാരൻ അധ്യാപകൻ വീരാൻകുട്ടി മാഷ്, കോഴിക്കോടുകാരനാ. പുള്ളി ഇങ്ങനെ ഒരു കവിത എഴുതിയിട്ടുണ്ട്. മരിച്ച അടക്കിയ ഒരാളുടെ രോദനമാണ്. പുള്ളി പറയാ, ഒന്ന് തിരിഞ്ഞു കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇടയില്ലല്ലോ ഇതിനകത്ത്.
ഒരു മൃതശരീരം പറയുക, എനിക്കൊന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും ഇടയില്ലാത്ത വിധത്തിലേക്ക് നിങ്ങൾ എന്നെ ഇത്ര ഇടുക്കത്തിക്കൊണ്ട് എന്തിനാ വെച്ചിരിക്കുന്നത്? പെട്ടി ഇടക്കുവാണ്, അവിടുത്തെ സ്ഥലം എടുക്കുക. 1 ഇഞ്ച് സ്ഥലത്തിന് പൊന്നും വിലയാണത്രേ പള്ളിക്കും പള്ളിക്കാർക്കും നമുക്കൊക്കെ. ഇപ്പോൾ പറഞ്ഞു വരിക, അതിനിടയില് സ്വന്തം തോട്ടത്തിന് മധ്യത്തില് അതൊരു സമ്പത്തിന്റെ സിമ്പല, പ്രതീകമാണ്. സമ്പത്ത്, സന്തോഷത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ. ഓർത്തു നോക്കിയേ, എന്തിന്റെ എല്ലാം ഒരു പ്രതീകമാണ് തോട്ടം. ആ തോട്ടത്തിന് നടുവില് അയാൾ തനിക്ക് വേണ്ടി ഒരു കല്ലറ പണിത് വെച്ചെന്നാണ് സുവിശേഷങ്ങളുടെ അവസാന ഭാഗം ഒന്ന് നോക്കിയാൽ കിട്ടുക. പ്രത്യേകിച്ച് വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷവും യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെയും ഒടുവില് ആ പാഷൻ നരേറ്റീവ്സ്, കഷ്ടാനുഭവ വിവരണങ്ങളുടെ ഭാഗം ഒന്ന് നോക്കിയാൽ പിടുത്തം കിട്ടുക. അതുകൊണ്ടാണ് സുറിയാനി സഭ അരിമത്തിയിലെ യൗസേപ്പിനെ വലിയ വെള്ളിയാഴ്ച 2ാം പ്രദക്ഷിണത്തില് ഒരു പാട്ടോടുകൂടി ആദരവോടെ അനുസ്മരിക്കുന്നത്. നിസ്സാര കാര്യമല്ല. അപ്പോൾ പണത്തിന് സമ്പത്തിനും യേശു എതിരായിരുന്നെങ്കിൽ ഈ യൗസേപ്പ് കുഴപ്പക്കാരനായനല്ലോ, നരകത്തിൽ പോകേണ്ട ആളല്ലേ. പിന്നെ നിക്കോദിമോസ് ഒക്കെ രംഗത്തിറങ്ങിയിട്ടല്ലേ പുള്ളി ഒന്ന് അടക്കിയത്. യഹൂദ മതാചാരപ്രകാരം അടക്കാനായിട്ട് ഭയങ്കര ചെലവാണ്, ഭയങ്കര കോസ്റ്റ്ലിയുള്ള കാര്യമാണ്. ഇതിനുള്ള പണം മുടക്കിയത് ഇവരാണ്. അതുകൊണ്ട് പണത്തിനൊന്നും യേശു എതിരായിരുന്നില്ല. പണത്തോടുള്ള എൻ്റെ മനോഭാവത്തിന്, ആറ്റിറ്റ്യൂഡ്, അത് പരിശോധിച്ച ആളായിരുന്നു യേശു. അതുകൊണ്ടാണ് ഒരു പാവം സ്ത്രീയെ, വളരെ പാവം സ്ത്രീയെ, അവരുടെ 3 ആണ്ടിലെ അധ്വാനത്തിന്റെ വിലയാണെന്ന് പറയുക ഒരു കൽഭരണിയും അതിനകത്തെ തൈലവും. 3 വർഷത്തെ ഒരു 50 ദിവസത്തെ നോമ്പെടുത്തിട്ടൊന്നും മിച്ചമില്ലാത്ത നമ്മളോട് വേദപുസ്തകം പറയുകയാണ് 3 ആണ്ടിലെ അവരുടെ പരിപൂർണ അധ്വാനത്തിന്റെ ഫലമാണ് ഒരു കൽഭരണിയും അതിലെ തൈലവും. അതുകൊണ്ട് യേശുവിന്റെ മീതെ കൊണ്ട് നശിപ്പിച്ചെന്ന് ആരാ അവിടെ ഇരുന്ന് കമന്റ് പറഞ്ഞേ? യൂദായാണ് പറഞ്ഞത്. ഇതെന്തൊരു പാഴ് ചെലവെന്നാണ് അയാൾ ചോദിച്ചത്. സുവിശേഷത്തെ നമ്മൾ കണ്ടെത്തണം. യൂദ പറയാണ്, ഇതൊരു പാഴ് ചെലവായി പോയല്ലോ ഈ സ്ത്രീ കാണിച്ചത്. എന്നിട്ട് ഇത് വിറ്റാല് 300 നാണയം കിട്ടും, പാവങ്ങൾക്ക് അപ്പം മേടിക്കാമായിരുന്നല്ലോ. എന്തൊരു സ്നേഹമായിരുന്നു പാവങ്ങളോട് പുള്ളിക്ക്. പുള്ളി 30 കാശ് കൊണ്ട് പാവങ്ങൾക്ക് അപ്പം മേടിച്ചില്ലല്ലേ? ഓർത്തു നോക്കി, എൻ്റെ നിങ്ങളുടെയും ഒക്കെ പണത്തോടുള്ള, സമ്പത്തിനോടുള്ള മനോഭാവത്തെ യേശു കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിർവചിക്കുന്നുണ്ട്, നിശ്ചയിക്കുന്നുണ്ട് കേട്ടോ. ധനവാന്മാരെന്ന് സമ്പത്തുള്ളതിന്റെ പേരിൽ ഒന്നും ഭാരപ്പെടണ്ട. നമ്മുടെ അതിനോട് മനോഭാവത്തെ ഒന്ന് ക്രമീകരിച്ചാൽ മതി, പരിഷ്കരിച്ചാൽ മതി. ദൈവത്തിന് മീതെയാണോ എൻ്റെ സമ്പത്തിനോടുള്ള എൻ്റെ ആസക്തി എന്ന്, സമ്പത്തിനോടുള്ള എൻ്റെ വിചാരങ്ങളെന്ന് ഓരോരുത്തരും നിശ്ചയിച്ചാൽ മതി. നിനക്കൊരു കുറവുണ്ട്, ആ കുറവ് നിന്റെ സമ്പത്താണ്, നീ അത് ഉപേക്ഷിച്ചേ മതിയാവും. അവിടെയാണ് ഞാനും നിങ്ങളുമൊക്കെ അവനവന്റെ കുറവിനെ കുറിച്ചൊന്ന് ധ്യാനിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിലെ കുറവ് സത്യത്തിൽ എന്താണ്? ഇത് പറഞ്ഞു തരാനായിട്ട് ക്രിസ്തുയേശു അല്ലാതെ മറ്റാരാണ് എനിക്ക് സഹായിയായിട്ടുള്ളത്? ഈ നോമ്പിന്റെ നാളുകളില് ആ വീശുമുറമൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റിയാൽ പ്രാർത്ഥിക്കാം. ഒത്തിരി കുറവുണ്ട്, ഒന്ന് പറഞ്ഞു തരാമോ, ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഇനി ബാക്കി ദിനങ്ങളെ ഒന്ന് മാറ്റണം. കുറവുകൾ ഒത്തിരി ഉണ്ട്. ആ കുറവുകളൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട്, തിരുത്താനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ കുറവുകളെ മറ്റൊരാൾക്ക് എങ്ങനെയാ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുക? അവനവനൊന്ന് മനസ്സ് വിചാരിച്ചാല്, ദൈവം കൂടി പ്രസാദിച്ചാല് വെളിപ്പെട്ട് കിട്ടും. അതിന് സത്യത്തില് കുറച്ചുകൂടി ധൈര്യം ആവശ്യമുണ്ട് കേട്ടോ, ധൈര്യം ആവശ്യമുണ്ട്. അതിനെൻ്റെ ബന്ധങ്ങളെയൊക്കെ ഞാൻ ഒന്നും കൂടി ഒന്ന് ശുദ്ധീകരിക്കേണ്ടതിന് ആവശ്യമുണ്ട്. ഭൂമിയിലെ ബന്ധങ്ങളെ ഒക്കെ ഒന്നും കൂടി ഒന്ന് ബലപ്പെടുത്തേണ്ടതിന് ആവശ്യമുണ്ട്. അങ്ങനെ ആവുമ്പം ഏറ്റവും വലിയ ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധമാണെന്നാണ് നമ്മുടെ ഒരു വെപ്പ്. അത് വെറും വെപ്പാണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭൂമിയിലെ ഏറ്റവും വലിയ ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധമാണത്രേ. എന്നിട്ട് അതെങ്ങനെയുണ്ട്? അതിങ്ങനെ ഒഴിവാക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഏക സംഭവം ദൈവം മാത്രമാണ്. ക്ഷീണമുള്ളതിന്റെ പേരിൽ ആഹാരം കഴിക്കാതിരിക്കുക, ക്ഷീണമുള്ളതിന്റെ പേരിൽ കുളിക്കാതിരിക്കുക, പ്രാർത്ഥനകളാണല്ലോ ഒഴിവാക്കുന്നത്. ഇനി പ്രാർത്ഥന നമ്മൾ ഇനി എന്തെങ്കിലും ചെറുതായിട്ട് നമ്മൾ കാട്ടിക്കൊട്ടിയാലും ഈ സുവിശേഷം വായിച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഞാനിങ്ങനെ എല്ലാ കൂട്ടായ്മയിലും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് സുവിശേഷം വായിക്കാനായിട്ട് നമുക്ക് മനസ്സാവാത്തത്? ഒരു ക്രിസ്തു ബന്ധമില്ലാത്തത് കൊണ്ടാണ്.
എങ്ങാനും ഒരു ക്രിസ്തു ബന്ധം ഉണ്ടായിപ്പോയാലോ. ഗ്രീസിലെ ഏറ്റവും വലിയൊരു എഴുത്തുകാരനുണ്ടായിരുന്നു, കടന്നുപോയി, കസൻസാക്കീസ്. നോബൽ സമ്മാനം കിട്ടാനായിട്ട് 9 തവണ പരിഗണിച്ചതാണ് സാക്കീസിനെ. അത് ക്രിസ്ത്യൻ സഭകളുടെ സമ്മർദ്ദം കൊണ്ടാണ് സാക്കീസിന് നോബൽ സമ്മാനം കിട്ടാൻ. ഇതൊന്നും നമ്മുടെ വിഷയമല്ല കേട്ടോ. സാക്കീസിന്റെ ഒരു നോവലുണ്ട്, പേര് പറയാൻ തന്നെ കുറച്ച് വിഷമമാണ്. ക്രൈസ്റ്റ് റീക്രൂസിഫൈഡ് എന്നാണ് പേര്. അതിറങ്ങി കഴിഞ്ഞപ്പോൾ ആ പുസ്തകം നിരോധിച്ചു. ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് അതിനു മുമ്പ് നിരോധിച്ച പുസ്തകമാണ്. മാസ്റ്റർ പീസാണ്, ക്ലാസിക്കൽ കൃതിയാണ്. ക്രൈസ്റ്റ് റീക്രൂസിഫൈഡ് അമേരിക്കയിലും ബ്രിട്ടനിലും ഇറങ്ങി. ഒരിടത്തത് ഗ്രീക്ക് പാഷൻ എന്നുള്ള പേരിൽ ഇറങ്ങി. ഗ്രീക്ക് പാഷൻ ടൈറ്റിൽ ഒന്ന് മാറ്റി, ഓതറിന്റെ അനുവാദമില്ലാതെ. അപ്പൊ ഗ്രീക്ക് പാഷൻ അല്ലെങ്കിൽ ക്രൈസ്റ്റ് റീക്രൂസിഫൈഡ്. സംഭവം ഇത്രയേ ഉള്ളൂ, 7 വർഷം കൂടുമ്പോ ആ ഗ്രാമം നമ്മുടെ കഷ്ടാനുഭവത്തെ ഒരു നാടകമായിട്ട് അവതരിപ്പിക്കും സ്റ്റേജിൽ. 7 വർഷം കൂടുമ്പോൾ അങ്ങനെ ഒരു ചടങ്ങുണ്ട് ആ ഗ്രാമത്തില്. അധികം ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. യേശു, അമ്മ മേരി, മഗ്ദലന മേരി, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ചതിയനായ യൂദ, പിന്നെ ഭരണാധിപന്മാര്, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ 7-ാം വർഷമാണ് ഇത് അരങ്ങേറുന്നത്, പീഡാനുഭവത്തിന്റെ ആഴ്ചയില്. ഒരു അസാധാരണമായ സംഭവമാണ്. അപ്പൊ ഇത് 6-ാം വർഷത്തിലാണ്. 6-ാം വർഷം, 7-ാം വർഷം തുടങ്ങുമ്പോഴത്തേനാണ് ഗ്രാമസഭ കൂടി മതമേലധ്യക്ഷന്മാരും ഗ്രാമത്തിന്റെ അധ്യക്ഷന്മാരും ഭരണാധിപന്മാരും കൂടി 7-ാം ആണ്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. കഷ്ടാനുഭവം, പീഡാനുഭവം നമുക്ക് അരങ്ങേറണം, നടീനടന്മാരെ കണ്ടെത്തണം. ഭയങ്കര ഡിസ്കഷനാ തുടക്കത്തിൽ. അപ്പൊ തുടർന്ന് എന്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്, ഇത് 7 വർഷം മുമ്പ് അഭിനയിച്ചവരെ തപ്പിയാ പോലെ ഇത്രയും പാടുപെടണോ? ക്രിസ്തുവാകാനായിട്ട് യോഗ്യനാരാ? യൂദാ? ഭയങ്കര ചർച്ചയാണ്. നമുക്ക് പിന്നെ സംശയം, ഇത് 7 വർഷം മുമ്പത്തെ അവരെന്ത് ചെയ്യേ? അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല പുസ്തകം. അപ്പൊ അത് ഒരു എഴുത്തുകാരന്റെ ഒരു പരാജയം പോലെ നമുക്ക് തോന്നുവേ. 7 വർഷം മുമ്പ് ചിലവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവാം, എന്നാൽ അതിനെക്കുറിച്ച് പരാമർശം വേണ്ടേ? എന്തായാലും 2-3 തവണത്തെ യോഗം കൊണ്ട് കണ്ടെത്തുകയാണ് അവര്. ഇന്ന ആള് ക്രിസ്തു, ഇന്നയാള് യാക്കോബ്, പത്രോസ്, യോഹന്നാൻ. അസാധാരണമാണ്. അതോടുകൂടി മതമേലധ്യക്ഷന്മാരും സമുദായ മേലധ്യക്ഷന്മാരും ഒക്കെ കൂടി ഇവരെ നിരത്തി നിർത്തി പറയുകയാണ്, ഇനി നീയൊക്കെ 1 കൊല്ലം ചൊവ്വേ നേരെ ജീവിച്ചോണം. നീ ക്രിസ്തുവായിട്ട്, നീ പത്രോസായിട്ട്. യൂദ മാത്രം തലകുനിച്ച് നിൽക്കും. പുള്ളിക്ക് മാറ്റി തരാമെന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. യൂദായിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരാമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നിന്റെ ഷേപ്പ്, നിന്റെ ചെമ്പൻ മുടി, താടി, അതൊക്കെ യൂദായിക്ക് പറ്റിയതാന്ന് പറയുക. അങ്ങനെ ഇവരെ അങ്ങനെ അഴിച്ചുവിട്ടേക്കുക. മലമുകളിൽ പോയി ഒറ്റയ്ക്ക് ഗുഹകളിലൊക്കെ താമസിക്കേണ്ടി വരും. പിന്നെ നമ്മളെ ഞെട്ടിക്കും ഈ പുസ്തകം. പതിയെ യേശുവിന് തോന്നുകയാണ്, അയ്യോ ഇങ്ങനെയല്ലല്ലോ ഞാൻ ജീവിക്കേണ്ടേ, എവിടുന്നെങ്കിലും ഒരു സുവിശേഷം കിട്ടാൻ എന്താ വഴി? തപ്പി 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 ഈ സാധനം ഇല്ല കേട്ടോ, ഈ പറഞ്ഞ ആടിലും കയ്യിൽ ഈ സാധനം ഇല്ല. പിന്നെ എവിടുന്ന് ഒരു സുവിശേഷത്തിന്റെ കുറച്ച് ഭാഗം കിട്ടുന്നത് കൊണ്ട് പുള്ളി ഇങ്ങനെ വായിക്കാൻ തുടങ്ങും. എന്നിട്ട് പത്രോസിനെയൊക്കെ കാണും, പറയും, എടാ നീ പത്രോസാ കേട്ടോ, വലിയൊരാളാ നീ അതിനനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ട്രെയിൻ ചെയ്ത് എടുത്തെടുത്ത് മുമ്പോട്ട് വരുമ്പോൾ മതമേലധ്യക്ഷന്മാരുടെ പോക്ക് ശരിയല്ല എന്ന് യേശുവിന് പറയേണ്ടി വരുന്നു. അതോടെ അവിടെ ഒരു എന്താ പറയുക, കമ്മ്യൂണൽ പ്രശ്നം ഉണ്ടാവുന്നു. അങ്ങനെ ഇരിക്കും അഭയാർത്ഥികളായിട്ട് കുറെ മനുഷ്യർ ആ ഗ്രാമത്തിലെത്തുന്നു. അവരും ക്രിസ്ത്യാനികളാണ്, ഞങ്ങളെ കരുതണം, സഹായിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഓരോരുത്തരുടെ ഓരോ ഭാവങ്ങളുണ്ട്, ഓരോ മറുപടികളുണ്ട്. അതൊക്കെ പോട്ടെ, ദീർഘമായൊരു പുസ്തകമുണ്ട്, 700 പേജുള്ളൊരു ഗ്രന്ഥമാണ്. ഇതൊക്കെ പോട്ടെ, അവസാനം കുറച്ച് വരുമ്പോ തന്നെ യൂദായെ അവർ വിളിച്ചിട്ട് ചോദിക്കും, യേശുവിനെ എങ്ങനെയൊന്ന് പിടിക്കാൻ പറ്റുക? അവനെ എന്നെ വെറുതെ വിട്ടരുത്, അവനെ വെറുതെ വിട്ടാല് ശരിയാവത്തില്ല. അപ്പൊ ഇയാൾക്ക്, ഈ യൂദായ്ക്ക് നല്ല വൈരാഗ്യമുണ്ട് യേശുവിനോട്. കാരണം അയാൾ യേശു ആയില്ലായിരുന്നെങ്കിൽ ഞാനാകുമായിരുന്നു, എനിക്ക് ശരിക്കും യോഗ്യത, അതുകൊണ്ട് അവനെ എങ്ങനെ താർക്കണം. സംഭവം വല്ലാതെ പിരിമുറക്കം ഉണ്ടാവും. അങ്ങനെ നോവൽ തീരുന്നതിന് മുമ്പ് യേശുവിനെ കൊല്ലുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, കഴിഞ്ഞ 7 വർഷം മുമ്പ് അരങ്ങേറിയ നാടകത്തിലെ ആരും ആയുസോടെ ഇരിപ്പില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു 7 കൊല്ലം കൂടുമ്പം പുതിയ നടന്മാരെ നടിമാരെയൊക്കെ കണ്ടെത്തേണ്ടി വരുന്നത്. ആ നാട്ടിലെ ഏറ്റവും അഭിസാരികയായ, ഏറ്റവും എന്താ പറയുക, ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീയാണ് മേരിയായിട്ട് തിരഞ്ഞെടുക്കുക, മഗ്ദലന മറിയെ. അവളോട് പറയും, നിനക്ക് മാത്രം നാളെ മുതലേ ഉള്ളൂ നോമ്പും വ്രതവും, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ.
ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, നാളെ മുതൽ നീ എടുത്താൽ മതി. യേശുവിനോടും പത്രോസിനോടും പറയും, ഇന്നു മുതൽ നിങ്ങൾ ചൊവ്വേ നേരെ ജീവിക്കണം 1 കൊല്ലത്തേന്. മേരിയോട് മാത്രം പറയും, നാളെ മുതൽ നീ തുടങ്ങിയാൽ മതി, ഇന്നും കൂടെ ഞങ്ങൾ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. അതുപോലെ പോട്ടെ. കസൻ സാക്കീസ് ശരിക്കുള്ള ക്രിസ്തു എന്താണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സമുദായത്തെ, ഒരു ലോകത്തെ, പ്രപഞ്ചത്തെ, മതസ്നേഹിയെ, യേശു വിശ്വാസിയൊക്കെ. അപ്പൊ എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ക്രിസ്തു അനുഭവത്തിന് സാധ്യതയുണ്ടെന്നാണ് ഒരു നോമ്പിൽ ചോദിക്കേണ്ടത്. കുറവുകളൊക്കെ ഒന്ന് വെളിപ്പെടുത്തി തരാനായിട്ട് തമ്പുരാനെ കരുണയുണ്ടാവണം. ഒരുപാട് കുറവുകളുണ്ട്. അത് ഭൂമിയിലെ ഏറ്റവും വലിയ ബന്ധം എന്ന നിലയിൽ ദൈവവുമായിട്ട് ഉള്ള ബന്ധം പരുങ്ങലിലാണ്. പുറമേ ഉണ്ടെന്നേ, പുറമേ കാട്ടുന്നത് മാത്രമേ ഉള്ളൂ. അകത്തെന്തെങ്കിലും ഉണ്ടോ? ഉള്ളവർ ഇല്ലെന്നല്ല കേട്ടോ, ഇങ്ങനെ കാടടച്ച് വെടിവെക്കൊന്നുമല്ല. ഒന്നും കൂടി ഒന്ന് പരിശോധിച്ചറിയുക എന്നുള്ളതാണ്. ഇനി ദൈവബന്ധത്തെ വിട്ടേക്കാം അല്ലേ, അത് ഭയങ്കര സ്ട്രോങ് ആണ്, അത് ഭയങ്കര ഡീപ്പാണ്, അത് വളരെ സത്യസന്ധമാണ്, ആയിക്കോട്ടെ, അത് വിട്ടു. അതിൻ്റെ ഒരു മറുവശമുണ്ട്. അതർ സൈഡ് എന്ന് പറയുന്ന ഒരു നാണയത്തിന്റെ മറുവശമാണ് മനുഷ്യബന്ധം. ഈ മനുഷ്യബന്ധം എങ്ങനെയുണ്ട് നമുക്കിടയിൽ ഇന്ന്? ഏറ്റവും നല്ല ഉദാഹരണം പഴയ കുടുംബം തന്നെയാണ് കേട്ടോ. ആ പഴയ കുടുംബം, ആദവും ഹവ്വായും ഒക്കെ അടങ്ങിയ പഴയ കുടുംബം. അവിടെ ദൈവബന്ധം ഉലഞ്ഞപ്പോൾ മനുഷ്യബന്ധം താറുമാറായി നമ്മളിങ്ങനെ ആണ്ടുകളായിട്ട് കേൾക്കാൻ തുടങ്ങിയത് കാര്യമാണ്. ദൈവബന്ധം ഉലഞ്ഞപ്പോൾ മനുഷ്യബന്ധം അതിനനുസരിച്ച് താറുമാറായി. ഭൂമിയിലെ ഏറ്റവും ക്ലോസ് ആയ ബന്ധം ഏതാ? ഏറ്റവും ക്ലോസ് ആയ ബന്ധം അങ്ങനെ ചോദിച്ചാല് പൊതുവെ പറയുക അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം എന്നാണ്. രക്തബന്ധം എന്നാണ് നമ്മളതിനെ ഇങ്ങനെ പവിത്രമായി പേരിട്ട് വിളിക്കുന്നത്, രക്തബന്ധം. പക്ഷെ അല്ല, ദാമ്പത്യബന്ധമാണ്. അങ്ങനെ പറഞ്ഞാണ് വിശുദ്ധ വേദഗ്രന്ഥം പോലും ആരംഭിക്കുന്നത്, ഒരു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ്. മക്കളെന്നൊക്കെ പറയുന്നത് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമല്ലെന്നല്ല, അത് വലിയ തീവ്രമായ ബന്ധം തന്നെയാണ്. പക്ഷെ അതൊരു ദാമ്പത്യത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്, ദാമ്പത്യത്തിന് ശേഷം ഉണ്ടാവുന്നതാണ് മക്കളെന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും ദൃഢമായ, ഏറ്റവും സ്ട്രോങ് ആയ ബന്ധം എന്ന് പറയുന്നത് ദാമ്പത്യമാണ്. അതിന് എന്തുമാത്രം ഉലഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഉലഞ്ഞു തീർന്നിട്ടുണ്ട്. ഓരോ കുടുംബ ബന്ധങ്ങളെയും ഒരു നോമ്പ് കാലത്ത് എങ്ങനെയാണ് നമുക്കൊന്നും കൂടി ഒന്ന് ബലപ്പെടുത്താനായിട്ട് പറ്റുക? അവിടെയാണ് നമ്മളൊക്കെ കുറച്ചുകൂടി ലഭിച്ച നന്മകളെ തിരിച്ചറിയാതെ പോകുന്നതിന്റെ ഫലമാണ് ബന്ധങ്ങളൊക്കെ ഇത്രയും ദുർബലമായി മാറുന്നത്. ഒത്തിരി കിട്ടിയവരാണ് നമ്മളിങ്ങനെ കിട്ടിയതിനെ കുറിച്ച് നമ്മൾ കണക്കിടുന്നതേയില്ല. കിട്ടാത്തതിനെ കുറിച്ചാണ് മുഴുവൻ വ്യാകുലതയും പരവേശവും പരിഭവവും ഒക്കെ, പരാതിയും. എന്തുമാത്രം കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. പഴയ ആ പഴഞ്ചൊല്ല് പോലെ തന്നെയാണ് അല്ലേ? ഇല കിട്ടാത്തവന്, അതും ഇല കിട്ടിയവന് പാ കിട്ടാത്തതിന്റെ വിഷമമൊന്നും പറയുന്ന മാതിരി നമ്മളിങ്ങനെ കിട്ടിയതിനെ കുറിച്ചൊരു ധാരണയില്ല, ഒരു ധ്യാനമില്ല, നന്ദിയില്ല. കിട്ടാത്തതിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ ആകുലപ്പെടുക. ഒരു വലിയ നോമ്പ് അതിന് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തില് അവസാനിക്കും കേട്ടോ, സംശയമൊന്നുമില്ല. ഇവിടെ പിതാവ് ഓർമ്മപ്പെടുത്തിയതുപോലെ 2025 കടന്നു വരും. തീർച്ചയായിട്ടും ഭംഗിയായി കൺവെൻഷൻ ഉണ്ടാവും. അതിനുവേണ്ടിയുള്ള ഒരുക്കവും പ്രാർത്ഥനയും ഒക്കെ ആരംഭിക്കേണ്ട ഒരു സമയം കൂടി അവസാന ദിനവും കൃത്യമായൊരു ഓർമ്മപ്പെടുത്തല. പക്ഷെ അതിനകത്ത് ഒരു ചോദ്യം കൂടെ ഉണ്ട്, അത് എനിക്ക് വേണ്ടി അവിടെ കിടന്നതാണ്. നമ്മളുണ്ടാവുമോ? നമ്മളെന്ന് പറയുന്നത് ശരിയല്ല, ഞാനുണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങൾ എന്നെ വിളിക്കുമോ എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഞാനുണ്ടാവുമോ? എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ? പത്രത്തോളം അവനവനെ ഒന്ന് നിസ്സാരമായിട്ടൊന്ന് കാണാനും കൂടി നോമ്പ് നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. ഇങ്ങനെ കത്തോലിക്ക സഭയൊക്കെ ഇങ്ങനെ കുരുത്തോല കത്തിച്ച് ചാരം നെറ്റിയെ പൂശും. ഓശാനയുടെ അന്ന് എത്രയോ പവിത്രമായി കിട്ടുന്ന, കയ്യിൽ പിടിക്കുന്ന, ഏറ്റുവാങ്ങുന്ന കുരുത്തോലയാണ് നമ്മൾ കത്തിച്ച് ചാരമാക്കുന്നത്. അത്രയല്ലേ ഉള്ളൂ മനുഷ്യനും. അത്രയോ ഉണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കി, അത്രയെങ്കിലും ഉണ്ടോ? വയനാട്ടിലൊരു ശവസംസ്കാരത്തിന്, ഒരു കൂട്ടുകാരന്റെ മരണത്തിന് എത്തുന്നതിനെ കുറിച്ച് MD വാസുദേവൻ നായർ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത്രത്തോളം ദൂരം ഉണ്ടെന്ന് ഓർത്തില്ല. അത്ര പഴയ കാലമാണ്. അദ്ദേഹത്തിന്റെ നാട് കോഴിക്കോടാണേലും അത്രത്തോളം വൈകുമെന്ന് ഓർത്തില്ല.
അവിടെ എത്തിയപ്പം ഏതാണ്ട് സന്ധ്യയാവുന്നു. എന്തായാലും ഭൗതിക ശരീരം ദഹിപ്പിക്കുകയാണ്. ഹൈന്ദവ സുഹൃത്താണ്. അപ്പം അതിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പോണോ വേണ്ടോ എന്ന് പുള്ളി ഒന്ന് ആലോചിക്കുന്നുണ്ട്. എന്നാലും ഹാജര് വെച്ചേക്കാം. കൂട്ടുകാർ കുറേ പേര് വരുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കാം എല്ലാവരെയും. അവിടെ ചെല്ലുമ്പം ആ തടാകത്തിൻ്റെ ഒരു അരുവിയുടെ തീരത്ത് ഇങ്ങനെ പുകയും കനലും ഒക്കെ അവശേഷിച്ചിട്ടുണ്ട്. പക്ഷെ വല്ലാത്തൊരു കാഴ്ചയെ കാണുന്നത്. ശരിയാണ്, ഡിസംബർ മാസമാണ്, ഭയങ്കര തണുപ്പുള്ളൊരു കാലാവസ്ഥയും കാലമാണ്. അതിന് ചുറ്റിനും ഇരുന്ന് തീ കായുന്നുണ്ട് കൂട്ടുകാരും ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ. ഒരു വല്ലാത്തൊരു കാഴ്ചയായിട്ട് വായിക്കുന്നത് നമുക്കും തോന്നും കേട്ടോ. പ്രിയപ്പെട്ട ഒരാളുടെ ചിതയുടെ സമീപത്തിരുന്ന് ചൂട് കായേണ്ടി വരുന്നൊരു ഗതികേട് ആലോചിച്ച് നോക്കിയേ. മനുഷ്യബന്ധങ്ങൾ ഇത്രയൊക്കെ ഉള്ളോ? ഇത്ര ദുർബലമാണോ? അവിടെയാണ് ഗെത്സമനത്തോട്ടത്തിലേക്ക് നമുക്കൊന്ന് പോകേണ്ടത്. ഏതാണ്ട് അവസാന ഭാഗം. കുറവുകളൊക്കെ വെളിപ്പെട്ട് കിട്ടുന്ന ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഈ ഒരു തിരിച്ചറിവുകളുണ്ടാവണം. യേശുവിന്റെ ഒരു അഭ്യർത്ഥനയുണ്ട് ഗെത്സമനത്തോട്ടത്തിൽ. ദൈവത്തോട് മാത്രമല്ല, അവിടുന്ന് മനുഷ്യരോടും ചിലതൊക്കെ അപേക്ഷിച്ചിരുന്നു. ദൈവത്തോട് മാത്രമല്ല, മനുഷ്യരോടും ചിലതൊക്കെ ചോദിച്ചിരുന്നു. തൻ്റെ ചെറു സംഘം, 12 പേരടങ്ങിയ സംഘം, അതിലൊരുവൻ പോയി ഒറ്റ കൊടുത്തിട്ട് അവൻ പോയി ഇരുട്ടിലേക്ക്. പിന്നെ അവശേഷിച്ച 11 പേര്, അതിനകത്തുനിന്നൊരു 3 പേരെ വിളിച്ചുകൊണ്ടാണ് പോയത്. ഏറെ നിർണായകമായ കാലങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ഈ മൂവർ സംഘത്തെ എങ്കിലും ഉൾപ്പെടുത്തുന്നുണ്ട്. പത്രോസും സഹോദരന്മാരായ യാക്കോബും യോഹന്നാനും അടങ്ങിയ ചെറു സംഘം. എന്നിട്ട് അവരോട് ആവശ്യപ്പെടുന്ന എന്താണ്? ഈ രാത്രി തീരും മുമ്പ് 1 മണിക്കൂർ നേരം എന്നോടൊത്ത് ഉണർന്നിരിക്കാനായിട്ട് കഴിയുമോ? യാക്കോബിനോടും പത്രോസിനോടും യോഹന്നാനോടും തൻ്റെ മരണത്തിന് ഏതാണ്ട് 16-15 മണിക്കൂറുകൾക്ക് മുമ്പ് യേശു അപേക്ഷിച്ചൊരു കാര്യമാണത്. മരണത്തിന് ഇങ്ങനെ മണിക്കൂറുകൾക്ക് മുമ്പ് യേശു അപേക്ഷിച്ചതാണ്, 1 മണിക്കൂർ നേരം എന്നോടൊത്തൊന്ന് ഉണർന്നിരിക്കാൻ പറ്റുമോ? സത്യത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഇതാണ്, സഭ ക്രമീകരിച്ച പ്രാർത്ഥന. അങ്ങനെയെങ്കിലും അതിനെ ഒന്ന് കണ്ടാൽ നമുക്ക് കുറച്ചും കൂടി ഒരു മനനത്തിനും ധ്യാനത്തിനും മൗനത്തിനുമൊക്കെ ഒരു സാധ്യതയുണ്ടാവും, സ്ഥലമുണ്ടാവും, സാഹചര്യം ഒരുങ്ങി വരും. 1 മണിക്കൂർ നേരം ഒന്ന് എന്നോടൊത്ത് ഉണർന്നിരിക്കുക. ഒരുമിച്ച് വേണ്ടെന്ന് കൂടി ഞാൻ പറയും. പലപ്പോഴായിട്ട് മതി. ഒരധ്യായം സുവിശേഷം വായിക്കുന്നത് പോലും ആ 1 മണിക്കൂറിനകത്തെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ആയിരിക്കും. ഇതിനൊന്നും നേരമില്ലാത്ത വിധത്തില് നമ്മളിത് എങ്ങോട്ടാണ് ഓടിക്കൊണ്ടേയിരിക്കുന്നത്? ഒന്നിനും നേരമില്ലാത്ത വിധത്തില് 1 മണിക്കൂർ നേരമെങ്കിലും അവനോടൊത്തൊന്നായിരിക്കുക എന്നുള്ളതാണ് ശരിക്കും. നോമ്പിന്റെ അവസാന ഭാഗത്തിലേക്കൊക്കെ എത്തുമ്പോൾ എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിന്റെ ഭാഗമാകേണ്ട നോമ്പുകാലത്തെ മാത്രം ഒരു ആചരണമോ അനുഷ്ഠാനമോ അല്ല. എൻ്റെ ജീവിതം ഇനി എത്ര കാലം നീണ്ടു നിൽക്കുവോ നിലനിൽക്കുവോ അത്രത്തോളം കാലം ഞാൻ പാലിക്കേണ്ട ചില മൂല്യങ്ങളെ, ശീലങ്ങളെയൊക്കെ ഞാൻ തുടങ്ങി വെക്കുന്നു, ഏറ്റെടുക്കുന്നു, നിലനിന്ന് കിട്ടാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ ഭംഗിയാവുക. തീർച്ചയായിട്ടും ഓരോ ദിവസവും കുറച്ചു നേരം ഒന്ന് യേശു സന്നിധിയിലായിരിക്കാനായിട്ട്, അത്തരമൊരു ധ്യാനത്തിലോ മൗനത്തിലോ പ്രാർത്ഥനയിലോ ഒരു സംസർഗത്തിലായിരിക്കാനായിട്ട് ഏതൊരാൾ ശ്രമിച്ചു തുടങ്ങുന്നുവോ അയാളുടെ ജീവിതത്തിലെ കുറവുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് വെളിപ്പെട്ട് കിട്ടുമെന്ന് മാത്രമല്ല, ഈ കുറവുകളെ പരിഹരിക്കാനായിട്ട് വലിയ അളവിൽ ആത്മബലം ഉണ്ടാവും. ഈ ഗെത്സമനത്തോട്ടത്തിൽ നമ്മൾ ഒരു അതിഥിയെ മറന്നുപോയിട്ടുണ്ട്. അവിടെ ഒരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു. അത് എവിടെയാ കിടക്കുന്നതെന്ന് പറയുന്നില്ല. ഏതാണ്ട് ഗെത്സമനത്തോട്ടം വരുന്ന ഭാഗം സുവിശേഷങ്ങൾ തപ്പിയാൽ കിട്ടും. ഒരു മാലാഖ വന്ന് അവനെ ബലപ്പെടുത്തി. അതുവരെ എവിടെയോ മറഞ്ഞിരുന്ന ഒരു മാലാഖ അവന്റെ അവസാന പ്രാർത്ഥനയും അവൻ അവസാനിപ്പിച്ചത് കഴിയുമ്പോൾ വന്നവനെ ബലപ്പെടുത്തി. എന്തായിരുന്നു അവസാനത്തെ ഭാഗം പ്രാർത്ഥനയുടെ? എൻ്റെ താല്പര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പ്രാർത്ഥനാ രൂപത്തില്, എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ അറിയിച്ചു കഴിഞ്ഞു, എനിക്കിനി വേണ്ടത് എന്താണെന്ന് ഞാൻ അങ്ങയോട് പങ്കുവെച്ചു കഴിഞ്ഞു. എന്നാൽ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ ഇഷ്ടത്തിന് മീതെ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഇത് പഠിപ്പിച്ചത് ആ നല്ല അമ്മയോ കേട്ടോ. ആ നല്ല അമ്മ ഇത് പഠിപ്പിച്ചേ. ഭൂമി നല്ല അമ്മമാരുണ്ടാവട്ടെ, അമ്മമാരും മക്കളെ പഠിപ്പിക്കട്ടെ. ഇതൊക്കെ അമ്മമാരിൽ നിന്നല്ലാതെ ഭൂമിയിലെ എല്ലാ മക്കളും പിന്നെ എവിടുന്നാ രൂപപ്പെട്ടത്?
ആ നല്ല അമ്മ പഠിപ്പിച്ചതാണ്, അവിടുത്തെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ. അവിടെ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ഈ പാനപാത്രം ഒന്ന് ഒഴിവാകണം, ഞാൻ ശരിക്കും മടുത്തു, വലഞ്ഞു, സഹിച്ചു, ത്യജിച്ചു, വല്ലാത്തൊരു സഹനത്തിലൂടെ കടന്നു പോകുന്നു. കുറച്ച് മണിക്കൂറുകൾ അവശേഷിക്കുന്നുണ്ട്, തരണം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാനുഷികമായ അന്തസ്സുള്ളൊരു പ്രാർത്ഥനയാണത്. അതിന്റെ ഒടുവിൽ പറഞ്ഞു നിർത്തുന്നത്, അല്ല ഇതൊക്കെ നിശ്ചയിക്കുന്ന അവിടുന്നാണല്ലോ. എൻ്റെ ഈ പറച്ചിൽ എന്താ പ്രസക്തി? പിന്നെ എൻ്റെ യാതനയ്ക്ക് എന്താണ് പ്രസക്തി? അതുകൊണ്ട് അവിടുത്തെ ഹിതം പോലെ നിറവേ. ഇപ്പൊ ദൈവഹിതത്തിന് സ്വന്തം ജീവിതത്തെ പരുവപ്പെടുത്താനും കൂടിയുള്ള ഒരു കാലമാണ് ശരിക്കും നോമ്പുകാലം. അവനവന്റെ ജീവിതത്തിന് മീതെ ദൈവമെടുക്കുന്ന ശരികളല്ലേ ദൈവം എടുക്കുള്ളൂ. എൻ്റെ ജീവിതത്തിന് മീതെ ദൈവമെടുക്കുന്ന ശരികളെ ഞാൻ സ്വീകരിപ്പാനുള്ള ഒരുക്കകാലം കൂടിയാണ് സത്യത്തിൽ നോമ്പുകാലം. അങ്ങനെ വേണം നോമ്പുകാലത്തിലേക്ക് എത്താനായിട്ട്. ഇനി ആ ചെറുപ്പക്കാരൻ എന്ത് സംഭവിച്ചു? ചെറുപ്പക്കാരന് സംഭവിച്ചതാണ് എനിക്ക് നിങ്ങൾക്കുമൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു കുറവുണ്ട് നിനക്ക്, അത് നിന്റെ ധനമാണ്, നീ അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എൻ്റെ പിന്നാലെ വരിക. നടക്കും. നടന്നതാണ് അയാളെ സംബന്ധിച്ച്. എങ്ങനെയാണ് വേദഭാഗം അവസാനിപ്പിക്കുന്നത്? ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലും, മർക്കോസിന്റെ സുവിശേഷം 10-ലും, വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലും ആ സംഭവം ഇങ്ങനെയാണ്. വളരെ ദുഃഖത്തോടും വ്യസനത്തോടും കൂടി അയാൾ മടങ്ങിപ്പോയി. കാരണം അയാൾക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ധനികനായ ചെറുപ്പക്കാരൻ എന്നൊരു ടൈറ്റിൽ കണ്ടെത്തുന്നത്. അവിടെ വരെ അയാൾക്ക് ധനമുണ്ടെന്നൊന്നും നമുക്ക് ഒരറിവ് കിട്ടുന്നില്ല. അവിടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു, വലിയ ധനികനായിരുന്നത് കൊണ്ട് തൻ്റെ ബലത്തെ ഉപേക്ഷിക്കാനാണല്ലോ യേശു പറഞ്ഞത്. ഞാൻ എൻ്റെ ബലമെന്ന് കരുതുന്നതിനെ വിട്ടുകളയാനാണ് യേശു പറഞ്ഞത്. ഞാൻ ബലമെന്ന് കരുതുന്നതിനെ വിട്ടുകളയുക. കുറെ പുസ്തകങ്ങളുമായിട്ട് ഒരു സന്യാസി ഒരു വള്ളത്തിൽ യാത്ര ചെയ്യുക. വള്ളം നിറയെ ആളുകളുണ്ട്. കുറെ ഭാണ്ഡക്കെട്ടുകളാണ് ഈ സന്യാസിയുടെ കയ്യിലുള്ളത്. ആരോ ചോദിച്ചു, എന്താണ് ഗുരു ഇതിനകത്ത്? ഗ്രന്ഥങ്ങളാണെന്ന് പറഞ്ഞു. ഇത്രയോ? അതെ, ഇത്രയും ഗ്രന്ഥങ്ങളാണ്. പോന്നു നോക്കി കാലാവസ്ഥ പ്രതികൂലമാകുന്നു. എന്തായാലും വള്ളം മുങ്ങും. പിന്നെ ആദ്യത്തെ രക്ഷാ നടപടി എന്ന് പറയുന്നത് വള്ളത്തിലുള്ള, ബോട്ടിലുള്ള, കപ്പലിലുള്ള ചരക്കുകൾ വെളിയിൽ തള്ളുക എന്നുള്ളതാണ്. സാധന സാമഗ്രികൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ മനുഷ്യൻ ചാടുക എന്നുള്ളതാണ്. നീന്തൽ അറിയാന്നോ നീന്തട്ടെ, അല്ലാത്ത മുങ്ങട്ടെ. എന്തായാലും എല്ലാവരുടെയും നോട്ടം ഈ ഗ്രന്ഥങ്ങളുടെ ഭാണ്ഡത്തിലായതോടുകൂടി സ്വാമിക്ക് കാര്യം മനസ്സിലായി. ഇവരിതെടുത്ത് വെള്ളത്തിലിടും. സ്വാമി പറഞ്ഞു, ഇത് അക്കരെയുള്ള ആശ്രമത്തിലെ ഗ്രന്ഥപുരയിലേക്കാ. ഗ്രന്ഥങ്ങളാണ്, തലമുറകൾ കൈമാറി കിട്ടിയതാ. ഇതവിടെ എത്തിയേ മതിയാവും. നിങ്ങളൊന്ന് ഓർത്തോണം, ഇത് എത്തേണ്ട സ്ഥലം ഇന്നിടമാണ്. പിന്നെ ഞാൻ നിലനിൽക്കണമെന്ന് എന്താ നിർബന്ധം? ഞാൻ ഇനി കുറെ കാലം കൊണ്ട് നിലനിൽക്കണമെന്ന് ആർക്കാണ് താല്പര്യം, നിർബന്ധമൊക്കെ? ഇത്രയും പറഞ്ഞിട്ട് പുള്ളി എടുത്ത് വെള്ളത്തിൽ ചാടി എന്ന് പറയുക. അതോടുകൂടി വള്ളത്തിന് കുറച്ച് ഭാരം കുറഞ്ഞതിന് പേരിലാവാം അക്കരെ എത്തി. ഓരോ മനുഷ്യനുമൊക്കെ അവനവനേറെ പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്ന, അങ്ങനെ തോന്നിപ്പിച്ച് ജീവിക്കുന്ന ഒരു കാലത്ത് കുറച്ചൊക്കെ നമ്മൾ സ്വയം ഒന്ന് ചെറുതാകാനും കൂടി നമ്മളുടെ കുറവുകളൊക്കെ വെളിപ്പെട്ട് കിട്ടുന്നത് ഉപകരിക്കും കേട്ടോ. ഒരു ആത്മനിന്ദയോ ലജ്ജയോ ഒന്നുമല്ല നമുക്ക് വരാൻ പോകുന്നത്. നന്നാവാനുള്ള വലിയൊരു സാധ്യതയാണ് തെളിഞ്ഞു തരുന്നത്. ഒരപ്പൻ എന്ന നിലയിൽ എത്ര വട്ടം ഞാൻ കണക്ക് പറഞ്ഞിട്ടുണ്ട് മക്കളോട്. ശരിക്കും അപ്പൻ എന്ന നിലയിൽ എത്ര വട്ടം കണക്ക് പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്ന നിലയിൽ മക്കളോട് എന്തുമാത്രം കണക്ക് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ കണക്ക് പറയുന്നതില് നമ്മൾ നമ്മുടെ മക്കളെ മിടുക്കന്മാരാക്കി, മിടുക്കുകളാക്കി. അവർ മുതിർന്നപ്പോൾ എന്ത് ചെയ്തു? അവർ നമ്മളോട് കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഇനി പരിതപിച്ചിട്ട്, ശപിച്ചിട്ട്, മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ തന്നെ ട്രെയിനിങ് കൊടുത്ത് വളർത്തിയവർ തിരിച്ച് നമുക്കിട്ട് തന്നെ തന്നുകൊണ്ടിരിക്കുന്നു ഈ കാലത്ത്. എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഈ കണക്ക് പറയുന്ന സ്വഭാവം ഒന്ന് ഒഴിവാക്കാവോ? പെറ്റതിൻ്റെ, ചുമന്നതിൻ്റെ, കൊണ്ടു നടന്നതിൻ്റെ, വേർത്തതിൻ്റെ, പട്ടിണി കിടന്നതിൻ്റെ മുഴുവൻ കണക്കും. അവിടെ നമ്മൾ യൂദായെ ഓർത്താൽ മതി. അയ്യോ, ഈ തൈലവും ഭരണിയും ഒക്കെ എന്തിനാണ് ഈ പെണ്ണ് വെറുതെ ഉടച്ച് നശിപ്പിച്ച് കളഞ്ഞത്?
മാർക്കറ്റിൽ കൊണ്ട് വിറ്റ 300 നാണയങ്ങൾ കിട്ടും, പാവപ്പെട്ടവർക്ക് ഇത് അപ്പത്തിന് ഉപകരിക്കുമല്ലോ എന്നൊക്കെ പറയാനായിട്ട് വലിയ എന്താ പറയുക ജീവകാരുണ്യ ശുശ്രൂഷയിലേക്ക് എത്തും നമ്മൾ ഓരോരുത്തരും. എന്തായാലും യേശുവിന്റെ മറുപടി ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. ഈ സ്ത്രീയുടെ തൈലാഭിഷേകത്തിന്റെ അവസരത്തില് ഇങ്ങനെ യൂദായുടെ പ്രതികരണം കഠിനമായപ്പോൾ യേശുവിന്റെ മറുപടി ഉണ്ട്, അവളെ തടയണ്ടെന്നാ പറയുക, അവളെ നിരുത്സാഹപ്പെടുത്താതിരിക്കാനാ പറയുക, അവളെ പ്രോത്സാഹിപ്പിക്കണം, അഭിനന്ദിക്കണമെന്ന് പറയുക. എന്താണ് അതിന് കാരണം പുള്ളി പറയുന്നേ? സുവിശേഷം കുറേയും കൂടി നമ്മൾ ധ്യാനത്തിൽ വായിക്കണം. എന്റെ മരണാനന്തര ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളാവട്ടെ അപ്പന്റെ അടിയന്തരം നടത്താനായിട്ട് നോക്കിയിരിക്കുകയാണ്. ഒരു പാരസെറ്റാമോൾ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞാല് അധികാനി അതിൻ്റെയും കൂടെ കേടോ, അതും കൂടെ കഴിച്ചിട്ട് അധികാനി ഇരിക്കണ്ട എന്ന് വിചാരിച്ച് അവഗണിക്കും. നമ്മള് ചത്തു കഴിഞ്ഞാൽ സംഭവം ഉത്സവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉത്സവങ്ങളില് എഴുന്നള്ളുന്ന കുഞ്ഞാനകളാണ് ഞങ്ങളും. ആ ധൈര്യത്തിലാണ് പറയുന്നത്. അങ്ങനെ ജീവിച്ചിരിക്കാൻ നമുക്കൊന്നും ചെയ്യാനില്ല, സ്നേഹിക്കാൻ പോലും നമുക്ക് മനസ്സില്ല. ഒന്ന് മരിച്ച് കിട്ടിയാല് നമ്മൾ തകർക്കും, പിന്നെ നമ്മളത് മുട്ടൻ ആഘോഷമാക്കും. എന്തിനാണ്? ആർക്കു വേണ്ടിയാണ്? ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്? അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ രൂപം കൊണ്ടും ഭാവം കൊണ്ടുമല്ല, സ്വഭാവം കൊണ്ട് മനുഷ്യനായി മാറാനായിട്ട് ക്രിസ്തു സന്നിധിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുക, കുറെയൊക്കെ ഒന്ന് വിനയപ്പെടുക, കാറ്റ് പോകാനായിട്ട് അധികം കാലവും നേരവും ഇല്ല എന്ന് തിരിച്ചറിയുക. ഈ കാറ്റത്ത് എപ്പോ വേണം കെടാവുന്ന ഒരു തിരിനാളമാട്ടോ അവനവന്റെ ഈ ആയുസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ചെറിയ ജനാല തുറന്നാ മതി, ഒരു ചെറിയ ജനാല ആരോ തുറന്നാ മതി, കാറ്റ് വന്നാൽ കെട്ടുപോകും. നീ ജനാല തുറക്കണ്ട കേട്ടോ, പേടിപ്പിക്കുകയല്ല, സ്വന്തം നിശ്വാസം കൊണ്ട് കെട്ടുപോകാവുന്നൊരു കുഞ്ഞു തിരിയാണ് അവനവന്റെ ആയുസ്. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് കാലം, പരിസരമൊക്കെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഞാൻ ഇതിനെ മറികടക്കുമെന്നാണ് ഭാവം. മരണത്തെ മറികടക്കുമെന്ന ഭാവത്തിലാണ് നമ്മൾ മിക്ക ആളുകളും ജീവിക്കുന്നത്. അത്രത്തോളമൊക്കെ അഹന്ത ആവശ്യമുണ്ടോ മനുഷ്യൻ നിലയില്? ഒരു നോമ്പ് അതിന്റെ പാതി കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിക്കേണ്ടത്? ഒന്ന്, ഇതുവരെ ഞാൻ പരിചയപ്പെട്ട യേശുവിനെ അല്ല ഇനി ഞാൻ പരിചയപ്പെടേണ്ടത്, ഉള്ളിൽ സൂക്ഷിക്കേണ്ടതും. പിന്നെ ഏത് യേശുവിനെയാ? ഒരു വീശുമുറമുള്ള യേശുവിനെ. കാലം വെളിപ്പെടുത്തും ഞാൻ ആരാണെന്ന്, കാലം ബോധ്യപ്പെടുത്തും, സമൂഹത്തിന് ബോധ്യപ്പെടുത്തും ഞാനെന്ന് പറയുന്നത് ആരാണെന്ന്. അതുവരെ ചിലപ്പോൾ എനിക്ക് കതിരും പതിരും മാറി മാറി കളിച്ചു നിൽക്കാനായിട്ട് ഒരുപക്ഷെ കഴിവും പ്രാപ്തിയും ഉണ്ടാവാം. പക്ഷേ തമ്പുരാന്റെ കയ്യിലെ വീശുമുറത്തില് ഞാനും വീഴുമ്പോ പതിരാണെങ്കിൽ പറന്നു പോകേണ്ടി വരും, ഒരു സംശയവുമില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ കനമുള്ള, ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ മൂല്യബോധമുള്ള, കുറച്ച് അന്തസ്സുള്ള മനുഷ്യരായി മാറേണ്ട ക്രിസ്തു നാമം പേർന്ന നമ്മൾ ഓരോരുത്തരും. അവിടെ നിന്നാണ് ഇങ്ങനെ നിത്യതയെക്കുറിച്ചൊക്കെ ഒരു ചിന്തയില് യേശുവിന്റെ അരികിലെത്തിയ ചെറുപ്പക്കാരൻ നമ്മൾ എത്തിയത്. എത്ര ഭംഗിയായിട്ടാണ് യേശു അയാളെ കൈകാര്യം ചെയ്തത്. നിനക്കൊരു കുറവുണ്ടടാ, അത് ഇന്നതാണ്. ഒന്ന് പരിഹരിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ അയാൾ മടങ്ങിപ്പോയി, ദുഃഖത്തോടെ പോയത്, ഉദ്ദേശിച്ച കാര്യം നേടാത്തതിന്റെ ദുഃഖത്തില്. പക്ഷെ അതിനുവേണ്ടി ഒന്നും ത്യജിക്കാൻ തയ്യാറല്ലായിരുന്നു അയാള്. ഒന്നും ത്യജിക്കാതെ എന്തൊക്കെയോ ശേഖരിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ. ഇത്തരം ഒരു കൂട്ടായ്മ ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു പോയി. ജ്ഞാന കൺവെൻഷനെ കുറിച്ച് നന്നായിട്ട് എനിക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴൊക്കെ 1-2 വട്ടം പകൽ യോഗങ്ങളില്ല, ഉച്ച കഴിഞ്ഞൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഇതൊരു സുഖമില്ലാത്തൊരു അന്തരീക്ഷമാകുമോ എന്നൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും അമ്പരന്ന് പോയി കേട്ടോ. തീർച്ചയായിട്ടും ഇത്തരം ഒരു ക്രമീകരണത്തിന് എന്തുമാത്രം പച്ച മലയാളത്തിൽ പറഞ്ഞ ചെലവുണ്ടാവും, പച്ച മലയാളത്തിൽ പറഞ്ഞ. അപ്പോൾ ഓരോ മനുഷ്യനും ഇതിന് ഓരോ വിധത്തിലുള്ള ഉത്തരവാദിത്വമുണ്ടെന്നുള്ള ധാരണ ഉണ്ട്. ഇങ്ങനെ വചനം കേൾക്കുകയും വചനം ഉള്ളിൽ സംഗ്രഹിക്കുകയും ചെയ്യുന്നതിനേക്കാളും ഒപ്പമോ അപ്പുറമോ അതൊന്ന് പ്രവൃത്തിയായി കൂടി ഒന്ന് മാറണ്ടേ. വചനം മാംസം ധരിച്ചു. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം ആരംഭിക്കുന്ന അങ്ങനെയാണ്. ആദിയിലുള്ള
ദൈവവും ദൈവവചനവും മാംസം ധരിച്ചതാണ് ക്രിസ്തു. എന്ന് വെച്ചാൽ എൻ്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ ഒന്നും നന്നായി ഒരുമിച്ച് പോണം. പറയുന്നത് കുറെയൊക്കെയെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റണം. ഇപ്പോൾ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി 5 ദിവസമായിരിക്കുമ്പോൾ ഈ കേട്ട തിരുവചനങ്ങൾ അതൊന്ന് പ്രാവർത്തികമാക്കണ്ടേ? ഭവനമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നെന്ന് കേൾക്കുമ്പോൾ, അയ്യോ എൻ്റെ കൈവശം ആകെയുള്ള ഒരു 1000 രൂപയ്ക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്നല്ല വിചാരിക്കേണ്ട. 1000 രൂപയ്ക്ക് അതിൻ്റെതായ ഒരു മഹത്വമില്ലേ? അങ്ങനെയാണ് പല തുള്ളി പതിയെ ഒരു പാത്രത്തില് നിറയെ വെള്ളമായി മാറുന്നത്. ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാല് സുവിശേഷത്തിലെ കരുണയോ ആർദ്രതയോ അനുകമ്പയോ ഒന്നുമല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഇനി എന്താ കൈകാര്യം ചെയ്യേണ്ടത്? നീതിബോധമാണ്. അതുകൊണ്ട് ഇന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. സെൻസ് ഓഫ് ജസ്റ്റിസ് എന്ന് വേണേ പറയല്ലേ? സെൻസ് ഓഫ് ജസ്റ്റിസ്, നീതിബോധം. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തില് ഇങ്ങനെ യേശു തന്റെ ഭക്തരെ ആട്ടിപ്പായിക്കുന്നുണ്ട്. അതാണ് ഈ സന്ദേശത്തിന്റെ അവസാന ഭാഗം. നമ്മൾ എന്തുമാത്രം വലിയ ഭക്തരായി മാറിയാലും, എന്തുമാത്രം വലിയ പ്രഘോഷകരായി മാറിയാലും, എന്തുമാത്രം നല്ല കേൾവിക്കാരായി മാറിയാലും ഒരുപക്ഷെ യേശു പറയാൻ സാധ്യതയുണ്ട്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 23-ലേക്ക് വരുമ്പോൾ, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് പോകുവിൻ. ശക്തമായ ഒരു പറച്ചിലാണ്, ആട്ടിപ്പായിക്കുകയാണ്. അവിടെ കരുണയോ അനുകമ്പയോ ക്ഷമയോ വീണ്ടു വിചാരമോ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. നിങ്ങൾ എന്നെ വിട്ടുപോകുക, കാരണം നിങ്ങൾ അനീതി പ്രവർത്തിക്കുന്നവരാണ്. എന്നാണ് നമ്മളിനി യേശുവിൽ കുറച്ച് നീതിയൊക്കെ പ്രവർത്തിക്കുക. എന്താണ് നീതി? നീതി എന്താണെന്ന് വലിയൊരു ചർച്ചയ്ക്കൊന്നും പോകണം കേട്ടോ. അർഹമായത് ഓരോരുത്തർക്കും ഒന്ന് ഉറപ്പ് വരുത്തുക. പാടാണ്, വലിയ പാടാണ്. ഒരപ്പനെന്ന നിലയില് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. പാടാണ്. അർഹമായത് എല്ലാവർക്കും ഒക്കെ ഉറപ്പ് വരുത്തും എന്ന് പറയുന്നത്. എല്ലാ മേഖലകളിലും അർഹമായത് എല്ലാവർക്കും ഒന്ന് ഉറപ്പ് വരുത്തുക. ആ നീതിയിലായിരുന്നു ശരിക്കും ക്രിസ്തുവിന്റെ ജീവിതം. അപ്പന്റെ പേര്, വളർത്തപ്പന്റെ പേരെന്തായിരുന്നു? യൗസേപ്പ്. എന്തായിരുന്നു യൗസേപ്പിന്റെ പ്രത്യേകത? നീതിമാനായ യൗസേപ്പ്. നീതിയിൽ അധിഷ്ഠിതമായിരുന്നു. അതുകൊണ്ടാണ് 1 മണിക്കൂർ നേരം ജോലി ചെയ്തവർക്കും 1 ദിവസത്തെ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞത്. അതിനെ കണക്കല്ലേ? രാവിലെ 6 AM to 6 PM ആണ്. 12 മണിക്കൂറാണ് അധ്വാനത്തിന്റെ സമയം. അവിടുത്തെ 6 മണി മുതൽ ജോലി തുടങ്ങണം. 4 മണിക്ക് എണീറ്റിട്ടായിരിക്കുമല്ലോ ഈ ജോലി തേടി പോകുക. മുതലാളിയുടെ തോട്ടത്തിൽ ജോലി ഉണ്ടോന്ന് ചോദിക്കുക. 5:30 ആകുമ്പോൾ ചെല്ലണ്ടേ? എന്നല്ലേ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര മണിക്കൂർ അധ്വാനമാണ്. അവർക്ക് 1 രൂപയാണ് പ്രതിഫലം ഒരു ദിവസം. ന്യായമായ തുക കേട്ടോ. 1 രൂപ എന്ന് കൂട്ടി നമ്മൾ ചെറുതായിട്ട് കാണണ്ട. പക്ഷെ 5 മണിക്ക് വന്നവരുണ്ട് അത്രേ. 5 PM എന്ന് പറഞ്ഞാല് പണി ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ തൂമ്പാ കഴുകി പതിയെ കരയ്ക്ക് കയറി ഒന്ന് കാലും കൈയും കഴുകി നിൽക്കുന്ന നേരമാണെന്ന് വിചാരിച്ചാൽ, ആ സമയത്ത് വന്നവർ എന്ത് ലജ്ജിതരായിട്ടാ വന്നതെന്ന് ഓർത്തേ. ഇപ്പോഴാണല്ലോ വന്നുപോയത്. കൂലി കൊടുക്കുമ്പോൾ ആദ്യം അവരെ വിളിച്ചേ. ഭൂമിയിലെ സകല നിയമങ്ങളെയും നീതിയെയും മറികടന്ന തകിടം മറിച്ച ആളാണ് ക്രിസ്തു. എന്നിട്ട് അവർക്ക് കൊടുത്തു ഓരോ രൂപ. അപ്പൊ എന്ത് ചെയ്തു? രാവിലെ വന്നവർ വിചാരിച്ചു അപ്പൊ 3 രൂപയെങ്കിലും കിട്ടുമായിരിക്കും, 4 രൂപയെങ്കിലും കിട്ടുമായിരിക്കും. ന്യായമായ കണക്ക് അവരുടെ കാൽക്കുലേഷൻ. എൻ്റെ നിങ്ങളുടെ കാൽക്കുലേഷനാ. അവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ ഇത്ര ഇൻട്രസ്റ്റ് കിട്ടും, ഇവിടെ ഷെയറിനകത്ത് ഇത്ര കിട്ടും, അങ്ങനെയൊക്കെയാണ്. അതിനിടയിലാണ് പള്ളിയിലെ ഒരു പാവപ്പെട്ട കൊച്ചു നേഴ്സിംഗ് പോകാനായിട്ട് ഇങ്ങനെ ശ്വാസം വിടാതെ നടക്കുന്നേ. എവിടെ പരിഗണിക്കാൻ തോന്നുമല്ലേ? എന്നാൽ അവനും 1 രൂപ കിട്ടിയപ്പോൾ അവൻ കോപിക്കുകയാണ്. അത് മോശമായി പോയി യജമാനനെ. ഈ പകലന്തിയോളമുള്ള വെയിൽ കൊണ്ട് തന്നെ ഈ വൈകുന്നേരം 1 മണിക്കൂർന്ന് വന്ന് എന്തോ ചകഞ്ഞവന് ആയിട്ട് ഒരുമിപ്പിച്ചില്ല. യേശുവിൻ്റെ ഒരു മറുപടി ഉണ്ട്, അല്ലെങ്കിൽ ആ നായകന്റെ ഒരു മറുപടി ഉണ്ട്. എൻ്റെ പണം എനിക്ക് സൗകര്യമുള്ളത് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്തു നോക്കി, അവനവന്റെ വിവേചനവും വിവേകവും ഒക്കെ പ്രയോജനപ്പെടുത്തണം ഒരു യേശു ജീവിതത്തിനകത്ത്. നീതിയിൽ അധിഷ്ഠിതമായ ഒരു ക്രിസ്തീയ ജീവിതമാണ് ഇനി ആവശ്യം നമുക്ക്. നീതിബോധത്തിൽ അധിഷ്ഠിതമായ, അതില്ലാതാവുന്ന എല്ലാ മേഖലകളിലും. അതുകൊണ്ട് കുറച്ചുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കേണ്ട ഒരു വരമാണ്, കുറച്ചുകൂടി ഒരു നീതിബോധത്തിലേക്ക് എന്നെ ഒന്ന് കൈപിടിച്ചെത്തിക്കുക. നീതിബോധത്തില് എന്നെ ഒന്ന് നിറച്ചെടുക്കണമേ തമ്പുരാനെ. നീതിമാനായ ദൈവമാണ്.
അങ്ങനെയാണ് എൻ്റെ നിങ്ങളുടെയും ജീവിതമൊക്കെ കുറെ കൂടി അഴകുള്ളതായി മാറുന്നത്, അകത്ത് കുറച്ചും കൂടി പ്രകാശമുള്ളതായി മാറുന്നത്. അങ്ങനെയാണ് എൻ്റെ നിങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ട് അതിനകത്തൊരു യേശു കൊണ്ടെന്ന് ഉറപ്പുവരുത്തുക. കണ്ണൻ എന്ന് പറഞ്ഞൊരു മുതിർന്നൊരു സുഹൃത്തുണ്ട്, എന്നെ ഒരു ബോബീസം വഴി പരിചയപ്പെടുത്തിയതാ കണ്ണനെ പരിചയപ്പെടുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് മാറി നല്ലൊരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. 75,000 രൂപ ശമ്പളം കിട്ടുമായിരുന്നു കണ്ണൻ അന്ന്. കണ്ണൻ ജീവിക്കുന്നത് ഒരു ബെഡ് സ്പേസ് മാത്രമുള്ളൊരു സ്ഥലത്താണ്, ഒരു ബെഡ് മാത്രം ഇടാം. ശരിക്കും ഒരു ട്രെയിനിലൊക്കെ പോകുമ്പോൾ ബെർത്തിന് അത്രയും വലിപ്പമില്ല. കണ്ണന് 3 ദിവസം 4 ദിവസം കൂടുമ്പോഴേ കണ്ണൻ ചോറൊക്കെ കഴിക്കുകയുള്ളൂ. അതിന് വലിയ രോഗമൊന്നുമില്ല. പുള്ളി കുറച്ച് അവല് മേടിച്ച് വെച്ചിട്ടുണ്ട്, നാട്ടിൽ നിന്ന് വരും കുറച്ച് അവല് കൊണ്ടുവരും, അതിങ്ങനെ വാരി തിന്നും, കുറച്ച് വെള്ളമൊക്കെ കുടിക്കും. കണ്ണൻ ആയുസോടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കണ്ണൻ എന്നെ ഭ്രാന്താണോ? ആഹാരമൊക്കെ 3-4 ദിവസം കൂടും, അതും ശകലം ചോറൊക്കെ മാത്രം. കണ്ണൻ ബാംഗ്ലൂര് 75,000 രൂപ ശമ്പളത്തിൽ IT മേഖലയിൽ ജോലി ചെയ്യുമ്പം 6-7 കുഞ്ഞുങ്ങളെ നേഴ്സിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അവരെ ഇതുവരെയും കണ്ണൻ കണ്ടിട്ടില്ല. അവർ കണ്ണനെ ഇങ്ങനെയൊരു മനുഷ്യനുണ്ടെന്ന് ബോബീശൻ പറഞ്ഞപ്പോൾ ഒന്ന് കാണണം പരിചയപ്പെടണമെന്ന് തോന്നി കേട്ടോ. കാരണം നമ്മൾ ഒരു 100 തവണ കൂടി ജനിച്ചാലും കണ്ണനാവാനായിട്ടൊരു സാധ്യതയില്ല, ഒരു സംശയമില്ലല്ലോ. 100 തവണ നമ്മൾ ജനിച്ചാലും, പക്ഷെ 100 തവണ നമ്മൾ ജനിച്ചാലും നമ്മൾ ക്രിസ്തുവിനെ ചിലപ്പോൾ ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു സൂത്രമാണല്ലോ, ഒരു തട്ടിപ്പാണല്ലോ, ഒരു തൊഴിലാണല്ലോ, അത് നമ്മൾ നിർവഹിക്കുമായിരിക്കും. എന്നാൽ അവനവൻ്റെ ചെറിയ ജീവിതത്തിനകത്ത് ചില മനുഷ്യരൊക്കെ ക്രിസ്തുവിന് സമാനമാവുന്നുണ്ട്. അവനവൻ്റെ വിഭവങ്ങളും അവനവൻ അർഹതപ്പെട്ടതുകൂടി വേണ്ടെന്ന് വെക്കുന്ന ചില മനുഷ്യരുണ്ട് നമുക്കിടയിൽ. അതാണ് ശരിയായൊരു യേശുവിൻ്റെ നീതിബോധം എന്ന് പറയുന്നത്. കുറേയൊക്കെ അത്രത്തോളം നമ്മൾ എത്തുന്നില്ലെങ്കിലും കുറേയെങ്കിലും ഒന്ന് തുടങ്ങി വെക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചുകൂടെ? അതിന് ഈ നോമ്പുകാലം എന്നെ നിങ്ങളെ ഒന്ന് പാകപ്പെടുത്താം. അതിനുവേണ്ടി നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. ബാർക്കുമോ, ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, വീശുമുറവുമായിട്ട് നിൽക്കുന്ന അങ്ങേ കാണുമ്പോൾ വല്ലാത്ത ഭാരവും ഭയവും തോന്നുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും വെളിപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഒന്നും ഉള്ളിലില്ലാത്ത, എല്ലാം പൊള്ളയായ, ശരിക്കും അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു പതിര് മാത്രമായിരുന്നു ഞാൻ. അതിങ്ങനെ പരസ്യമായി വെളിപ്പെടുന്നതിന് മുമ്പ് സുവിശേഷത്തിൻ്റെ താളുകളിലൂടെ അങ്ങ് എനിക്കത് വെളിപ്പെടുത്തി തന്നതിന് നന്ദി. ഏതെങ്കിലും വിധത്തിലൊന്ന് രക്ഷപ്പെടാനായിട്ട്, ഈ നാണക്കേടിൽ നിന്ന് തലയുയരാനായിട്ട് കർത്താവ് എന്തെങ്കിലും വഴിയുണ്ടോ? കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ടെന്ന് അഭിമാനിക്കുമ്പോഴും ആ പാലിക്കുന്ന കൽപ്പനകളിൽ ഒരു ജീവിതം എനിക്കില്ലാതെ പോകുന്നു എന്നൊരു സങ്കടവുമുണ്ട്. ഇപ്പോൾ എല്ലാം ഇങ്ങനെ ആചരിക്കാനും അനുഷ്ഠിക്കാനും പറയാനും പഠിപ്പിക്കാനും മാത്രമായി പരിമിതപ്പെടുന്നു. ഒന്നും ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു. അനുകമ്പയും കരുണയും കാരുണ്യവും ഇല്ല. ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീതിബോധവും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ മുഴുവൻ ബന്ധങ്ങളും ദുർബലമായി. കുടുംബജീവിതമാവട്ടെ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ജീവിതമാവട്ടെ, ബന്ധമാവട്ടെ, സഹോദരങ്ങളും സ്നേഹിതർക്കിടയിലെ അടുപ്പവും ബന്ധവുമാവട്ടെ, എല്ലാം സ്വാർത്ഥതയാണ്, ദുർബലതയാണ്, വല്ലാതെ ഉലഞ്ഞു പോയിട്ടുണ്ട്. കർത്താവായ യേശു, നോമ്പതിൻ്റെ പാതിക്കാലത്തിലേക്ക് എത്തുമ്പോൾ എന്നെ അങ്ങ് തൊട്ടൊന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരെയും അങ്ങൊന്ന് പാകപ്പെടുത്തണമേ. കഴിഞ്ഞുപോയ 5 ദിനങ്ങളെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുക. ഒരുപാട് മനുഷ്യരുടെ കുറേ നാളത്തെ പ്രയത്നമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഒത്തിരി അധ്വാനിച്ച മനുഷ്യരുണ്ട്. അവരെല്ലാവരും ഈ അവസരത്തിൽ ആദരവോടെ ഓർക്കട്ടെ. തുടർന്നും ഇത്തരം വലിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനായിട്ട് അവരെ കർത്താവ് അങ്ങ് പാകപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഇങ്ങനെയൊരു സെന്ററൊക്കെ നമുക്ക് തന്നത് ക്രമീകരിച്ച ആളിനെയും അതുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ യേശു വെളിച്ചവും യേശു വാസനയും ഒക്കെ പരത്താനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, വാങ്ങിപ്പോയ പിതാക്കന്മാരെ, വൈദികരെ ഓർക്കുന്നു. വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികളുടെ സമൂഹത്തെയും ഓർക്കുന്നു. അവരുടെ എല്ലാം ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുമാറാകണമേ. ആമേൻ. കർത്താൽ പ്രിയരെ, പ്രൗഢ ഗംഭീരമായ ഒരു സദസ്സും വേദിയും ഒക്കെ ആയിരിക്കുമ്പോൾ
അതിൻ്റെ ഭാഗമാകാനായിട്ട് എന്നെപ്പോലെ ഏറ്റവും ഒരു സാധാരണക്കാരനെ എന്നെ തിരഞ്ഞെടുക്കാനായിട്ട് മനസ്സ് കാണിച്ചു. ദൈവത്തിന് നന്ദി സമർപ്പിക്കുന്നു. ഞാനായ അധിപതിരാസനത്തിന്, പിതാക്കന്മാർക്ക്, എൻ്റെ ഗുരുക്കന്മാര്, സ്നേഹിതര്, ജ്യേഷ്ഠരായ വൈദികർക്ക്, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ഈ സുവിശേഷ സമാജത്തിൻ്റെ പ്രവർത്തകർ, ജിജിയൊക്കെ എന്നെ എന്തുമാത്രം വിളിച്ചു. ശരിക്കും നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ കാര്യവുമായി ബന്ധപ്പെട്ട്. ഓരോരുത്തരുടെയും അധ്വാനം, പ്രയത്നങ്ങളെ ആദരവോടെ, നന്ദിയോടെ ഓർക്കുന്നു. വലിയ ബുദ്ധിമുട്ട് കൂടാതെ ഈ വലിയ സദസ്സ് ഒപ്പമുണ്ടായിരുന്നു എന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പം നല്ല പാട്ടുകൾ പാടി ബലപ്പെടുത്തിയവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. നല്ലൊരു തീവ്രമായ നൊമ്പരങ്ങളുടെ, അതുപോലെ ആത്മതപനത്തിൻ്റെ ഒടുവിൽ നല്ലൊരു ഉത്ഥാന പെരുന്നാളിൻ്റെ ഒക്കെ ഒരു നോമ്പനുഭവവും ഓരോരുത്തർക്കും സ്വന്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.